ഓം ശ്രീകാന്തോ മാതുലോ യസ്യ ജനനീ സർവമംഗള ജനകശങ്കരോ ദേവ തം വന്ദേ കുഞ്ചരാനനം. യാ ദേവി സ്തൂയത്തെ നിത്യം വിബുധൈ വേദപാരഗൈഃ സാ മേ വസതു ജിഹ്വാഗ്രേ ബ്രഹ്മരൂപാ സരസ്വതി. വരാങ്കുശൗ പാശമഭീതിമുദ്രാം കരൈർവഹന്തീം കമലാസനസ്ഥാം ബാലാർക്കകോടിപ്രതിഭാം ത്രിനേത്രാം ഭജേഹമാദ്യം ഭുവനേശ്വരീം താം. യസ്യാന്തർനാദിമധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതി നൈവ വർണ്ണ ന ഭവതി പുരുഷോ നാനപുംസം ന ച സ്ത്രീ നാകാരം നൈവകാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജസമരസം സദ്ഗുരും തം നമാമി. പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവ കൃപാമൂർത്തി സപാതു നഃ. ശ്രീദക്ഷിണാമൂർത്തിസുദേശികേന്ദ്രം ദ്വൈപായനം സൂത്രകൃതം മുനീന്ദ്രം ശ്രീശങ്കരം ഭാഷ്യകൃതം യതീന്ദ്രം മദ്ദേശികം ചാപി നമാമി വിദ്യൈഃ. ശ്രീദത്തദേവം ഹ്യവധൂതഹംസം ശ്രീരാമകൃഷ്ണം ച സദാശിവേന്ദ്രം സ്വയം പ്രകാശാഖ്യമുനിപ്രകാണ്ഡം അസ്മൽഗുരും സന്തതമാനതോസ്മി. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാൽ. പരാശക്തിയൈ നമഃ. സദാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീതുഞ്ചത്താര്യപാദം ഹൃദി ഭാവയാമി. നമ്മൾ ഹരിനാമകീർത്തനത്തിൻ്റെ ഒരു ചർച്ചയാണ് നടക്കാൻ പോണത്. ഹരിനാമകീർത്തനത്തെ ഒന്ന് വിചാരം ചെയ്യുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് നമ്മൾ വിചാരം ചെയ്യാമെന്ന് ആഗ്രഹിക്കണു. അപ്പോൾ എത്ര ദിവസം വേണ്ടി വരും എന്നൊന്നും മുൻകൂട്ടി പറയാനൊന്നും പറ്റണതല്ല. മലയാളത്തിലെ ഭക്തിപ്രസ്ഥാന കാലഘട്ടത്തിൻ്റെ സമയത്ത് ആവിർഭവിച്ച രണ്ട് ഭദ്രദീപങ്ങളാണ് ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും. ഇത് കേൾക്കണ സമയത്തും നമ്മൾ വായിക്കുന്ന സമയത്തും പൊതുവെ വളരെ ലളിതമാണ് എന്ന് നമുക്ക് തോന്നാം, പുറമേക്ക് തോന്നാം. എന്നാൽ അതിനെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വേദസാരം മുഴുവൻ ഉൾക്കൊള്ളുന്ന ജ്ഞാനത്തെ പറയുന്ന ജ്ഞാനപ്രദീപമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഹരിനാമകീർത്തനം ഒരു കീർത്തനമല്ല, അത് ജ്ഞാനമാണ്. പരമലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്ന് ബോധ്യപ്പെടുത്തണ ഒരു കൃതിയാണ് ഇത്. തുഞ്ചത്ത് ആചാര്യൻ്റെ കൃതികൾ രാമായണമുണ്ട്, ഭാരതം കിളിപ്പാട്ടുണ്ട്, മഹാഭാഗവതമുണ്ട്. അപ്പം അങ്ങനെ ആചാര്യൻ്റെ പല കൃതികളുമുള്ളതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൃതിയാണ് ഈ ഹരിനാമകീർത്തനം എന്ന് പറയാം. ഇതിനെ സജ്ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത് മലയാളത്തിലെ രണ്ട് മാമറകളാണ് എന്നാണ്.
മലയാളത്തിലുള്ള രണ്ട് മാമറകളാണ്, ഒന്ന് ജ്ഞാനപ്പാനയും ഒന്ന് ഹരിനാമ കീർത്തനവും. മറ എന്ന് വെച്ചാൽ വേദം എന്നാണ് അർത്ഥം. ഇപ്പോൾ മാമറ എന്ന് വെച്ചാലോ ഉപനിഷത്ത് എന്നർത്ഥം. ഇപ്പോൾ ലോകത്തിൻ്റെ പരമസത്യം എന്താണോ അത് ശാസ്ത്രീയമായി വെളിപ്പെടുത്തുന്ന വേദഭാഗമാണ് ഉപനിഷത്ത്. അതുകൊണ്ട് ഉപനിഷത്തിനെ മാമറകൾ എന്ന് പറയാറുണ്ട്. വേദം എന്ന് വെച്ചാൽ അറിവ് എന്ന് മാത്രം അർത്ഥം. അപ്പോൾ അറിവിന് അവസാനം കുറിക്കുന്നതാണ് ഉപനിഷത്ത്. അതുകൊണ്ട് അതിനെ വേദാന്തം എന്ന് പറയാറുണ്ട്. അപ്പോൾ അറിവിൻ്റെ ഒരവസാനം എവിടെ എത്തിയാലാണോ പൂർണ്ണത നമുക്ക് വരണത്, എന്തറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞു എന്ന് നമുക്ക് ബോധ്യം വരണത്, പിന്നെ ഒന്നും അറിയാനില്ല. സകല ജിജ്ഞാസകളും അവിടെ അടങ്ങിപ്പോവും ആ അറിവ് വരുമ്പോൾ. ഇപ്പോൾ അനവധി തരത്തിൽ ജിജ്ഞാസകളെ ശാസ്ത്രം പറയും. ഒന്ന് ജ്ഞാനനിവൃത്തി, അതുപോലെ കർമ്മനിവൃത്തി, ഭയനിവൃത്തി, ചിന്താനിവൃത്തി, അങ്ങനെ തുടങ്ങി അനവധി ആണ് നമ്മുടെ ജിജ്ഞാസകൾ പോണത്. അതൊക്കെ അടങ്ങിപ്പോവും ഈ അറിവ് അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ. അതുകൊണ്ട് ആ അറിവിനെയാണ് ഉപനിഷത്ത് എന്ന് പറയണത്. ഉപനിഷത്ത് എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം, അല്ലെങ്കിൽ രഹസ്യം എന്നൊരർത്ഥം, അതല്ലെങ്കിൽ ഹൃദയം എന്നും അർത്ഥം, അതുമല്ലെങ്കിൽ ആത്മാ എന്ന് തന്നെ പറയാം ഉപനിഷത്തിനെ. ഇപ്പോൾ ഉപനിഷത്ത് ഒരു പുസ്തകമല്ല, ഒരു നദുഗ്രന്ഥരാശി എന്നാണ് ശങ്കരാചാര്യസ്വാമികളൊക്കെ പറഞ്ഞത്. ഒരു പുസ്തകമൊന്നുമല്ല അത്. ഓരോരുത്തർക്കും അവരവരുടെ ഉള്ളിൽ പ്രകാശിക്കേണ്ടതാണ് ഉപനിഷത്ത്. ഇപ്പോൾ ഭാഗവതത്തിനെ കുറിച്ച് പറഞ്ഞാൽ ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഭാഗവതം ഒരു പുസ്തകമല്ല, പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ശ്രീകൃഷ്ണൻ്റെ അക്ഷരബ്രഹ്മത്തിലുള്ള ഒരു സ്വരൂപമാണ് ഭാഗവതം. അതേപോലെ ഉപനിഷത്ത് ഒരു ഗ്രന്ഥമല്ല. പക്ഷെ നമുക്ക് അത് മനസ്സിലാവണമെങ്കിൽ ഒരു ഗ്രന്ഥരൂപേണ നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാവൂ. അപ്പോൾ അത് പൂർണ്ണമായിട്ടും പഠിച്ച് ഒരു പ്രാവശ്യമല്ല അനവധി പ്രാവശ്യം നമ്മൾ അത് ഉപാസന ചെയ്യുമ്പോൾ, അത് ഏത് ഉപനിഷത്തായാലും, ഇപ്പോൾ പ്രധാനമായിട്ട് 10 ഉപനിഷത്തുകൾക്കാണ് ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം എഴുതിയത്. മഹോപനിഷത്തുകൾ. അതുകൂടാതെ ഒരു ഉപനിഷത്തിന് ഭാഷ്യം എഴുതിയിട്ടുള്ളത് നൃസിംഹതാപനീയോ ഉപനിഷത്താണ്. അപ്പോൾ ഏത് ഉപനിഷത്തായാലും ആ ഉപനിഷത്തിൻ്റെയൊക്കെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചാൽ തന്നെ ഈ ലക്ഷ്യത്തിൽ നമുക്ക് എത്താം. അപ്പോൾ അത് ഒരു പ്രാവശ്യം കൊണ്ടാവില്ല, അനവധി പ്രാവശ്യം നമ്മൾ വായിക്കണം. വായിച്ച് കുറേ കഴിയുമ്പോൾ എന്താണ് ഉപനിഷത്ത് എന്ന് അനുഭവം വരും. അവിടം വരെ വായിക്കണം എന്നാണ്. ഇപ്പോൾ തമിഴിൽ ഒരു മുത്തശ്ശിയുണ്ട്, ഔവയ്യാർ ദേവി. വളരെ പ്രസിദ്ധമാണ് ഔവയ്യാർ ദേവിയുടെ കഥകളൊക്കെ. അപ്പോൾ ഈ ഔവയ്യാർ ദേവിയോട് ഒരാൾ ചോദിച്ചു, ഇതൊക്കെ എവിടം വരെ വായിക്കണം, എത്ര ദിവസം വായിക്കണം? അപ്പോൾ ആ ദേവി പറഞ്ഞു, വാശി 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 എന്ന് ശിവാ 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 എന്ന്. അല്ലെ, വാശി എന്ന് വെച്ചാൽ വായിക്കല പഠിക്കല എന്നൊക്കെ അർത്ഥം തമിഴിൽ. അപ്പോൾ വാശി 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 എന്ന് വായിച്ച് എന്ത് വേണം? ശിവാ 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 എന്ന് വരണം. അല്ലേ, ഇതൊക്കെ ശിവനാണ് എന്ന് തോന്നണത് വരെ വായിക്കണം. അല്ലാതെ ഒരു പ്രാവശ്യം വായിച്ചത് കൊണ്ടോ അതിലെന്തെങ്കിലും ചില കഥകൾ പഠിച്ചത് കൊണ്ടോ ഒന്നും ആയിട്ടില്ല എന്നർത്ഥം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഉപനിഷത്തിനെ പറ്റിയൊരു നിർവചനം ഉപനിഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഒരു സ്ഥലത്ത് പറയും, ഹൃദയസ്ഥാനമാണ് ഉപനിഷത്ത് എന്നാണ്. അവിടെ പ്രകാശിക്കണ അന്തര്യാമിയായിട്ടിരിക്കണ പുരുഷൻ ഉപനിഷത്താണ് എന്ന് അതിൽ പറയും. അപ്പോൾ അങ്ങനെയുള്ള ആ ഉപനിഷത്താണ് ശരിക്കും ഹരിനാമ കീർത്തനം. അപ്പോൾ അത് നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി വേണം പാരായണം ചെയ്യാൻ എന്നാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പതുക്കെ ഒന്ന് കടന്നു പോവുകയാണ്.
അപ്പോൾ ഓരോ ശ്ലോകമായിട്ട് നമ്മൾ വായിച്ച് അതിൻ്റെ അർത്ഥം ചിന്തിക്കാം. വളരെ ശ്രദ്ധയോടുകൂടിയിരുന്ന് ശ്രവിച്ചാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവൂ പലതും. ഇതിലൊരു ആദ്യത്തെ ഒരു 5 ശ്ലോകം വരെ തനി ഉപനിഷത്താണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ കുറച്ച് കഥകളും എല്ലാം വേണമെങ്കിൽ അതിൽ വരും. എന്നാലും എല്ലാത്തിലും ഉപനിഷത്തിൻ്റെ താല്പര്യം ആചാര്യസ്വാമികൾ നിറച്ചു വച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിയുന്നത് പോലെ, ഇപ്പോൾ എനിക്കും അതിനെപ്പറ്റി അത്ര വലിയൊരു അറിവൊന്നും ഉണ്ടായിട്ടല്ല എങ്കിലും ഉള്ള അറിവ് വച്ച് അതേ നമുക്ക് പറ്റുള്ളൂ. നമുക്കുള്ള അറിവ് വെച്ച് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം. അത് തന്നെ എത്രയോ ഗഹനമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഭാഗവതത്തിലെ വിദൂരന് മൈത്രേയ മഹർഷി ഉപദേശം കൊടുക്കുമ്പോൾ യഥാതീതം യഥാമതി എന്ന് മൈത്രേയ മഹർഷി പറയും. എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പം അങ്ങയുടെ ചോദ്യത്തിനൊന്നും മുഴുവൻ ഉത്തരം പറയാൻ എനിക്ക് സാധ്യമാവുമെന്ന് തോന്നലില്ല. യഥാതീതം യഥാമതി. എനിക്ക് എത്രത്തോളം അതിനെപ്പറ്റി അറിവുണ്ടോ ആ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു തരാം എന്നാണ്. അപ്പം അതേപോലെ നമുക്ക് മനസ്സിലാവുന്ന ഈശ്വരനെ പറ്റി നമുക്ക് എന്തൊക്കെ മനസ്സിലാവണോ അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അത് പറഞ്ഞു കൊടുക്കുക, അത് മറ്റുള്ളവരെ കേൾപ്പിക്കുക എന്നുള്ളത് മനുഷ്യധർമ്മമാണ്. അപ്പം ആ ധർമ്മത്തെ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ആ മനുഷ്യധർമ്മത്തെ പാലിക്കാൻ വേണ്ടി മാത്രം പരസ്പരാനുകഥനം പാവനം ഭഗവത് യശ എന്നാണ്. പരസ്പരം ഇരിക്കുന്ന സമയത്ത് എന്തു വേണം? വെറുതെ സമയം കളയാതെ ഈശ്വര കഥകളെക്കുറിച്ച് പറഞ്ഞും കേട്ടും ആനന്ദിക്കാൻ പഠിക്കണം ജീവിതം. അപ്പം അങ്ങനെ ഉള്ള ഹരിനാമ കീർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ഇപ്പോൾ ആദ്യത്തെ ശ്ലോകം തന്നെ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമാം. ഓങ്കാരത്തിൻ്റെ പൊരുളായ ബ്രഹ്മം അത് മൂന്നായിട്ട് ഒന്ന് പിരിഞ്ഞു എന്നാണ്. എന്നിട്ടോ ആങ്കാരമായി അഹങ്കാരമായിട്ട് മാറി. അഹങ്കാരം 3 വിധത്തിലാണ്: സാത്വികം, രാജസം, താമസം. അപ്പോൾ അതിന് സാക്ഷിയായിട്ട് നിൽക്കണതും ഈ പൊരുൾ തന്നെയാണ്. അതിൻ്റെ ഉത്ഭവവും ഈ പൊരുളിൽ നിന്ന് തന്നെയാണ് എന്നർത്ഥം. അപ്പോൾ ആദ്യമേ ലോകത്തിൽ ഉത്ഭവിക്കണത് അഹങ്കാരമാണ്. അല്ല, അഹങ്കാരത്തിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഞാനെന്ന ഭാവമില്ലെങ്കിൽ പ്രപഞ്ചാനുഭവം അവനില്ല. ഇതിന് നല്ല ഒരു ഉദാഹരണമാണ് ഉറക്കം. അല്ലേ, നമ്മൾ രാത്രിയിൽ ഉറങ്ങണ സമയത്ത് ഒന്നും അറിയണില്ല, യാതൊന്നും അറിയണില്ല. എവിടെയാണ് കിടക്കണതെന്നോ ആരൊക്കെ നമ്മുടെ സമീപത്തുണ്ടെന്നോ ഇതൊന്നും നമ്മൾ അറിയണില്ല. രാത്രിയാണോ പകലാണോ എന്ന് പോലും നമ്മൾ അറിയില്ല ഉറങ്ങണ സമയത്ത്. ശരീരമുണ്ട് എന്നുള്ള ബോധം പോലും നമുക്കില്ല ആ സമയത്ത്. അപ്പം ഇതെല്ലാം എവിടെയോ പോയി അടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം ഉറക്കത്തിൽ. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കലും ബോറടിക്കാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ അത് ഉറക്കം മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് വിഷയമായാലും കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കും. ഭാഗവതം അല്ലെങ്കിൽ ഹരിനാമ കീർത്തനം വളരെ വിശിഷ്ട കൃതിയാണ്. എന്നാൽ ഒരു 6-7 മണിക്കൂർ തുടർച്ചയായിട്ടിരുന്ന് കേൾക്കാമെന്ന് വെച്ചാൽ ബോറടിക്കും. 1 മണിക്കൂർ അല്ലെങ്കിൽ കൂടി വന്ന 1.5 മണിക്കൂർ, അതിൽ കൂടുതൽ സമയം നമ്മൾ അതിനെടുത്താൽ ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇരിക്കണ ഒരു വാച്ച് നോക്കി തുടങ്ങും. പതുക്കെ പിന്നിൽ നിന്ന് ആരെങ്കിലും എഴുന്നേറ്റ് പോകണുണ്ടോ എന്ന് നോക്കി തുടങ്ങും. അങ്ങനെ പതുക്കെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങും. പക്ഷെ ഉറക്കം ഇന്ന് വരെ ആർക്കും ബോറടിച്ചിട്ടില്ല. എന്താ അത്? ഈ ഉറക്കത്തിൽ നമ്മൾ എന്തോ വലിയ ഒരാനന്ദം അനുഭവിക്കുന്നുണ്ട് എന്നർത്ഥം. ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താണ് ഇപ്പോൾ സ്വപ്നം, ഏകദേശം എന്താണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി വരാൻ പോകുന്നുണ്ട്.
അപ്പോൾ ജാഗ്രത ഉണർന്നിരിക്കുന്ന സമയമാണ്, സുഷുപ്തി നല്ല ഉറക്കമാണ്, സ്വപ്നം വേറൊരവസ്ഥയാണ്. ഈ സ്വപ്നം എന്താണെന്നും ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണെന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഉറക്കത്തിൽ എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇന്നതാണ് സംഭവിക്കുന്നത്. അതിന് മഹാത്മാക്കൾ പറഞ്ഞത് മൂക ആസ്വാദനവൽ എന്നാണ്. മൂക ആസ്വാദനവൽ. ഇപ്പോൾ സംസാരിക്കാൻ വയ്യാത്ത ഒരാൾ, അയാൾക്ക് നല്ല ഒരു സദ്യ കൊടുക്കുക, നല്ല പായസമൊക്കെ കൂട്ടിയിട്ട് നല്ല സദ്യ. ഊണ് കഴിഞ്ഞാൽ അയാളോടൊന്ന് ചോദിക്കുക സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അയാൾ എന്ത് ഉത്തരം പറയും? അയാൾക്ക് സംസാരിക്കാൻ വയ്യ, അതുകൊണ്ട് അയാൾ ഒന്നും പറയില്ല, സന്തോഷമായിട്ടൊരു ചിരി ചിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് നല്ല ഉറക്കത്തിൽ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നും നമ്മുടെ മുമ്പിൽ ഇല്ലാതാകും. ഈ ലോകവുമില്ല, ഈ ലോകത്തെ കാണുന്ന ഞാനും ഇല്ല. ഉണർന്നു കഴിഞ്ഞാലോ ആദ്യം പൊന്തി വരണത് എന്താ? ഞാൻ ഉണർന്നു എന്നുള്ള അഹങ്കാരമാണ് ആദ്യം പൊന്തി വരണത്. അത് കഴിഞ്ഞാണ് മനസ്സും ബുദ്ധിയെല്ലാം ഉദിച്ചു വരണത്. അപ്പോൾ ആ അഹങ്കാരത്തിന്, ഈ അഹങ്കാരം എവിടെ നിന്ന് പൊന്തണു എന്ന് നമ്മൾ അന്വേഷിച്ചു പോയാൽ അതിന് സാക്ഷിയായിട്ട് നിൽക്കുന്നത് ഈ ബ്രഹ്മമാണ്. അതിൽ നിന്നാണ് അത് പൊന്തണത് എന്നർത്ഥം. അപ്പോൾ ഈ വസ്തു ഇത് പ്രത്യക്ഷമായിട്ട് നമുക്ക് അനുഭവിച്ചറിയണം. ഇത് പറഞ്ഞാൽ പോരാ. അങ്ങനെ അനുഭവിച്ചറിയണതിന് എന്ത് വേണം? ഒരു ഗുരു വേണം. അതാണ് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. അപ്പം അങ്ങനെയുള്ള ഒരു പരമഗുരുവായിട്ട് ഈ ബ്രഹ്മം വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ശ്രീനാരായണമൂർത്തിയായ ആ ഹരിക്ക് നമസ്കാരം എന്നാണ്. ഇപ്പം എല്ലാ വ്യക്തികളിലും അഹങ്കാരം, അഹമഹമഹം എന്ന് എപ്പോഴും സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഈ ബോധാംശം ഇത് പരമാത്മാവിൻ്റെ അംശം തന്നെയാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം നേടിയിട്ട് ഓങ്കാരമായ പ്രണവ ഉപാസനയിൽ കൂടി ഇത് തിരിച്ചറിയും. ഇതാണ് ആദ്യമേ പറഞ്ഞത്. അതാണ് ഓങ്കാരം എന്നവിടെ തുടങ്ങിയത് തന്നെ. അപ്പോൾ ആ പ്രണവ ഉപാസനയിലാണ് ഇത് തിരിച്ചറിയണത്. ഇപ്പോൾ സ്വതേ ബ്രഹ്മം, അതിന് ഖനീഭൂതമായ അവസ്ഥ എന്ന് പറയും. ഖനീഭൂതമായ അവസ്ഥയാണ്, അത് നിശ്ചല ബോധമാണ്, ഒരു ചലനമില്ലാത്ത ബോധവസ്തുവാണ്. എപ്പോഴും അതുണ്ട്, പക്ഷേ അതിന് യാതൊരു ചലനവുമില്ല, അതൊന്നും അറിയണമില്ല, പക്ഷേ അത് എപ്പോഴും ബോധസ്വരൂപത്തിലിരിക്കും. അങ്ങനെ ഖനീഭൂതമായ നിശ്ചല ബോധമാണ് ബ്രഹ്മം. ഉപനിഷത്ത് അതിനെ സച്ചിദാനന്ദം എന്ന് പറയും. സത്ത്, ചിത്ത്, ആനന്ദം, അങ്ങനെ മൂന്നെണ്ണാണ്. ഇപ്പോൾ സത്ത് എന്ന് വെച്ചാൽ ശുദ്ധമായ ഉണ്മ, അബ്സൊല്യൂട്ട് റിയാലിറ്റി എന്നൊക്കെ പറയാം അല്ലെ ഇംഗ്ലീഷിൽ. അപ്പോൾ ശുദ്ധമായ ഉണ്മ. ഇപ്പോൾ ചിത്ത എന്ന് വെച്ചാൽ അതുപോലെ ശുദ്ധമായ ബോധം, ആനന്ദം എന്ന് വെച്ചാൽ ശാന്തി. ഇതെല്ലാം നമുക്കുണ്ട്. ഇപ്പോൾ സത്ത് നമ്മളിലുണ്ട്, ചിത്തും നമ്മളിലുണ്ട്, ആനന്ദവും നമ്മളിലുണ്ട്. സത്തും ചിത്തും ഒരു പരിധി വരെ നമ്മളിലൊക്കെ പൂർണ്ണമായിട്ട് നിൽക്കണമെങ്കിലും ആനന്ദം അറകുറയായിട്ട് നിൽക്കുക, മുഴുവനൊന്നുമില്ല. അപ്പോൾ ആ ആനന്ദമാണ് എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് പരമശാന്തി, അതാണ് ജീവൻ മുക്താവസ്ഥ, ഇതാണ് പരാഭക്തി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും ഉണ്ട് ആനന്ദം അല്ലെ? എവിടെ നോക്കിയാൽ സാന്ദ്ര ആനന്ദ അവബോധാത്മകം. ആ സാന്ദ്രമായിട്ട് ആനന്ദം എല്ലാ സ്ഥലത്തും കട്ട പിടിച്ചു നിൽക്കണു. പാർക്കും ഇടം എങ്കും ഒരു അരനിരകன்று പരമാനന്ദമേ. പാർക്കും ഇടം എങ്ക്, എവിടെ നോക്കിയാലും ശരിയൊന്നും അനക്കാൻ പറ്റാത്ത വിധത്തിൽ അരനിരകன்று പരമാനന്ദം. ഈ ആനന്ദം എവിടെ നോക്കിയാലും അനക്കാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കണമെന്നർത്ഥം. അതിന് വിടവില്ല. ആ ആനന്ദത്തിലാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചം നിൽക്കുന്നത്. ഉപനിഷത്ത് പറയണു, ആനന്ദാദ്യേവ ഖല്ലു ഇമാനി ഭൂതാനി ജായന്തെ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിവിശന്തി. അപ്പോൾ ഖല്ലു ഇമാനി ഭൂതാനി ജായന്തെ, ആനന്ദത്തിൽ ഇത് ഉത്ഭവിക്കണു. ആനന്ദേന ജാതാനി ജീവന്തി, ഈ ഉത്ഭവിച്ചതെല്ലാം ആനന്ദത്തിൽ തന്നെ നിലനിൽക്കണു. ആനന്ദം പ്രയന്തി അഭിവിശന്തി, അവസാനം അടങ്ങണതും ഈ ആനന്ദത്തിൽ തന്നെ എന്നർത്ഥം. പക്ഷെ അതിനെ
എങ്ങനെ നമ്മൾ അറിയും ഈ ആനന്ദത്തിനെ? അത് കാണാനൊന്നും പറ്റില്ല, കാരണം ഇന്ദ്രിയ ഗോചരമല്ല. കണ്ണാലെ പാക്ക മുടിയാതെ, കാതാലെ കേക്ക മുടിയാതെ, മൂക്കുകൊണ്ട് മണത്തറിയാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കണ്ടറിയാനും പറ്റില്ല. ഇത് ഒളിയല്ല, ചുവയല്ല, മണമല്ല, ചിന്തിക്ക മുടിയാതെ, അല്ലേ? ഇത് ഒരു പ്രത്യേക പ്രകാശമല്ല. ഇന്ന തരത്തിലുള്ള പ്രകാശമാണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രകാശമല്ല. പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക രസം അല്ല, അങ്ങനെയാണെങ്കിൽ നാവുകൊണ്ട് അറിയാൻ പറ്റും. ഒരു പ്രത്യേക ഗന്ധം അതുമല്ല, മൂക്കുകൊണ്ട് അറിയാൻ പറ്റും ഗന്ധമാണെങ്കിൽ. അപ്പോൾ അതിനെ ചിന്തിക്ക മുടിയാതെ. പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ പറ്റണില്ലെങ്കിലും കണ്ണിനെ കാണിക്കുന്നത് അതാണ്. അല്ലേ? ചക്ഷുഷ ഏന ചക്ഷൂംഷി പശ്യതി, ചക്ഷുഷ ഏന പശ്യതി, ഏന ചക്ഷൂംഷി പശ്യതി എന്ന് ഉപനിഷത്തിലൊക്കെ പറയും. അപ്പോൾ ബാഹ്യ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റണതല്ല, ഏതെങ്കിലും ഒരു ഉപാസനകളിൽ കൂടി വേണം ഇതിനെ അറിയാൻ. അപ്പോൾ അതിന് എന്ത് വേണം? ഉപനിഷത്ത് പറഞ്ഞ മാർഗമാണ് പ്രണവം. ആ ഉപാസനാ മാർഗമാണ് പ്രണവോപാസന. പ്രണവോപാസന ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ ഉപകരിക്കണ മന്ത്രമായതുകൊണ്ട് ഉപനിഷത്ത് അതിനെ പൊരുൾ എന്ന് പറഞ്ഞു. അതാണ് ഓങ്കാരമായ പൊരുൾ എന്നിവിടെ പറഞ്ഞത്. അപ്പോൾ പ്രണവത്തെക്കുറിച്ച് പലതരത്തിലും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും മാണ്ഡൂക്യ ഉപനിഷത്തിലാണ് പ്രണവത്തെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറഞ്ഞു വച്ചിരിക്കുന്നത്. മാണ്ഡൂക്യ ഉപനിഷത്ത് വളരെ ചെറിയൊരു ഉപനിഷത്താണ്. പക്ഷെ മാണ്ഡൂക്യ കാരികയുണ്ട്. ഗൗഡപാദാചാര്യസ്വാമികൾ അതിന് ഒരു കാരിക എഴുതിയിട്ടുണ്ട്. അത് വളരെ വലുതാണ്, വളരെ വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മം അങ്ങനെ മൂന്നായിട്ട് പിരിഞ്ഞു. അത് ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്ങനെ മൂന്നായിട്ട് പിരിഞ്ഞ് പ്രപഞ്ചാനുഭവം ഉണ്ടാവുകയാണ്. അങ്ങനെ പ്രപഞ്ചാനുഭവത്തെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് മൂന്നായിട്ട് പറയാം. ഓങ്കാരത്തിനെ മൂന്നായിട്ട് തിരിക്കാം. അകാര, ഉകാര, മകാരം. അകാരം ജാഗ്രതാണ്, ഉകാരം സ്വപ്നമാണ്, മകാരം സുഷുപ്തിയാണ്. അപ്പോൾ ശൈവ സമ്പ്രദായത്തിൽ ഈ പ്രണവത്തിനെ 5ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. അകാര, ഉകാര, മകാരം, ബിന്ദു, നാദം, അങ്ങനെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ജാഗ്രത് ഉണർന്നിരിക്കണ അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ശരീരം എല്ലാം പ്രവർത്തിക്കുന്നു, അല്ലേ? അപ്പോൾ 3 ശരീരവും നമുക്കുണ്ട്. ഒന്ന് സ്ഥൂല ശരീരമാണ്, ഒന്ന് സൂക്ഷ്മ ശരീരമാണ്, പിന്നെ ഒന്ന് കാരണ ശരീരമാണ്. ഈ 3 ശരീരത്തോടും കൂടി വിഷയങ്ങൾ അനുഭവിക്കുന്നതാണ് ജാഗ്രത് എന്നുള്ള അവസ്ഥ. പിന്നെ സ്വപ്നത്തിൽ എന്താവും? ഈ സ്ഥൂല ശരീരം എന്നുള്ളതൊന്നും ഇല്ല, പുറമേക്കുള്ള ഒരു ശരീരമേ ഇല്ല അവിടെ. സ്വപ്നാനുഭവമൊക്കെ വേറെ ശരീരത്തിലാണ്. അപ്പോൾ സ്ഥൂലത്തിനെ വിട്ട് സൂക്ഷ്മത്തിലും കാരണത്തിലും ഇരുന്നു കൊണ്ട് വിഷയങ്ങൾ അനുഭവിക്കും. അപ്പോൾ സ്വപ്നത്തിൽ മനസ്സ് സ്വയം ദൃശ്യങ്ങളെ ഉണ്ടാക്കിയിട്ട് അനുഭവിക്കുകയാണ് അവിടെ. അതാണ് സ്വപ്നാവസ്ഥ. സുഷുപ്തിയിലോ ഇതെല്ലാം വിട്ട് ഈ സ്ഥൂല ശരീരവുമില്ല, സൂക്ഷ്മ ശരീരവും അവിടെ ഇല്ല, കാരണ ശരീരം എന്നുള്ള ഒരു ശരീരം മാത്രമാണ്. അതിലിരുന്നിട്ട് അജ്ഞാനത്തിൻ്റെ ഒരാവരണം കൊണ്ടൊരു മറയുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ നമ്മൾ പഴയപടി ലൗകികനായിട്ട് മാറും. അപ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണം കൊണ്ട് മറച്ച് പരമാത്മാവിൽ ഈ ജീവൻ എവിടെയോ പോയി ലയിക്കും. അതാണ് നല്ല ഉറക്കം. അപ്പോൾ പ്രണവം എന്ന് വെച്ചാൽ എന്താ? ശിവപുരാണത്തിലൊക്കെ പ്രണവത്തിന് നിർവചനം കൊടുത്തത് പ്രാ എന്ന് വെച്ചാൽ പ്രകൃതിയിൽ ജനിച്ചവർ എന്നർത്ഥം. നവം എന്ന് വെച്ചാൽ പുതിയ തോണി എന്നർത്ഥം. അപ്പോൾ പ്രകൃതിയിൽ ജനിച്ച നമുക്കൊക്കെ ഈ സംസാര സമുദ്രം കടക്കാനുള്ള ഒരു പുതിയ തോണിയാണ് പ്രണവം. പ്ര എന്ന് വെച്ചാൽ പ്രകൃതിയിലുള്ള ജീവിതം എന്നർത്ഥം. നാ എന്ന് വെച്ചാൽ ഇല്ല എന്നർത്ഥം. വാ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നർത്ഥം. അപ്പോൾ പ്രണവോപാസന ചെയ്യണവർക്ക് എന്താവും? ഈ പ്രകൃതിയിലുള്ള ജീവിതം, സംസാരബന്ധം ഇല്ല എന്നർത്ഥം. പിന്നെ പ്രണവം വീണ്ടും വീണ്ടും പുതിയതാക്കണത്. നവം എന്ന് വെച്ചാൽ പുതിയത്. അപ്പോൾ സാധകനെ ശുദ്ധനാക്കുന്ന, പുതിയതാക്കുന്ന മന്ത്രം ആണ് പ്രണവം.
അപ്പോൾ പ്രണവം രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് സ്ഥൂലമായ ഒരു പ്രണവമുണ്ട്, ഒന്ന് സൂക്ഷ്മമായ പ്രണവവുമുണ്ട്. ഇപ്പോൾ സ്ഥൂലമായ പ്രണവം എന്ന് വെച്ചാൽ പഞ്ചാക്ഷരമാണ് എന്നാണ് ശിവപുരാണത്തിൽ പറഞ്ഞത്. സൂക്ഷ്മമായ പ്രണവമാണ് നമ്മൾ പറയണ ഓങ്കാരം. അപ്പോൾ ഈ സൂക്ഷ്മ പ്രണവം ഇത് നിവൃത്തന്മാർക്ക്, ജീവൻ മുക്തന്മാർക്ക് ഉപാസിക്കാനുള്ളതാണ്. സാധാരണക്കാർക്ക് ഉപാസിക്കാനുള്ള പ്രണവ ഉപാസനയാണ് പഞ്ചാക്ഷരം എന്നാണ്. പ്രവൃത്തന്മാർക്കുള്ളതാണ് പഞ്ചാക്ഷരം. പഞ്ചഭൂതങ്ങൾ, അതുപോലെ ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങളായിട്ടുള്ള 5 വിഷയങ്ങൾ, ഇതിലൊക്കെ ആസക്തന്മാരായിട്ടിരിക്കണവരാണ് പ്രവൃത്തന്മാർ. അവർ സകാമന്മാരാണ്. അപ്പോൾ അവർക്ക് പഞ്ചാക്ഷരമാണ് ഉപാസിക്കാൻ നല്ലത്. അതും പ്രണവതുല്യമാണ് എന്ന് അതിൽ പറയുന്നു. നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യണ ആളുകളുണ്ട്, അവർ നിവൃത്തന്മാരാണ്. അപ്പോൾ അവർക്ക് ഉള്ളതാണ് ഓം എന്നുള്ള സൂക്ഷ്മമായ പ്രണവോപാസന. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടണം. ഇതാണല്ലോ ലോകരീതി അല്ലേ? എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഒന്നും കിട്ടാതെ നമ്മളാരും ഒന്നും ചെയ്യാൻ പുറപ്പെടാറില്ല. അപ്പോൾ ഏത് മന്ദബുദ്ധിയായാലും ശരി, ഒന്നും കിട്ടിയില്ലെങ്കിൽ അയാൾ ഒരു ജോലിയും ചെയ്യില്ല, ഉറപ്പാണ്. അമ്പലത്തിൽ വന്നാൽ നമ്മൾ ആദ്യം നോക്കുന്നത് വഴിപാടിൻ്റെ ബോർഡാണ്. വഴിപാടിൻ്റെ ബോർഡാണ് നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം സാധിക്കാൻ എന്ത് വഴിപാട് ഇവിടെ കഴിക്കണം. കല്യാണമാണ് ഇപ്പോൾ ആവശ്യം എന്ന് വെച്ചാൽ സ്വയംവര പുഷ്പാഞ്ജലി ഇവിടെ എഴുതിയിട്ടുണ്ടോ ബോർഡ്? ഏറ്റവും മുകളിൽ ബോർഡിൽ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ബോർഡിൻ്റെ ഏറ്റവും മുകളിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഈ മന്ത്രം കൊണ്ട് ഉപാസന ചെയ്താൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് നടക്കും എന്ന് ഒരു മന്ത്രം ആദ്യം മുകളിൽ എഴുതിയിട്ടുണ്ട്. ഭുവനേശ്വരി മന്ത്രമോ എന്തെങ്കിലും ഒരു മന്ത്രം. പിന്നെ ചോട്ടിലാണ് ഓരോന്ന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി, സ്വയംവര പുഷ്പാഞ്ജലി, സന്താന ഗോപാല പുഷ്പാഞ്ജലി എന്നൊക്കെ ഇങ്ങനെ നിറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സന്താന ഗോപാലാണ് ആവശ്യം എന്ന് വെച്ചാൽ എന്താവും? നമ്മൾ ഈ മുകളിൽ എഴുതിയേക്കണം അത് മാറ്റും. അല്ല, ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമുക്കിപ്പോൾ എല്ലാ കാര്യവും നടക്കേണ്ട, നമുക്കിപ്പോൾ ഒരു സന്താനം ഉണ്ടാകണം. അപ്പോൾ അതിനെന്ത് വഴിപാട് കഴിക്കണം? സന്താന ഗോപാല പുഷ്പാഞ്ജലി കഴിക്കും അല്ലേ? അമ്പലത്തിൽ വന്നാൽ. അല്ലാണ്ട് ആരെങ്കിലും ഈശ്വരൻ്റെ പേരിൽ ഇന്ന് വരെ പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ടോ? അമ്പലത്തിൽ വന്നിട്ട് ശ്രീകൃഷ്ണൻ എൻ്റെ പേരിലൊരു പുഷ്പാഞ്ജലി, അഷ്ടമി രോഹിണി നാള് അല്ലേ? നക്ഷത്രം എന്താ? രോഹിണി. ആരുടെ പേരിലാ? ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരിൽ. അങ്ങനെ ഒരു പുഷ്പാഞ്ജലി ആരും ഒന്നും വരെ കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫലം അതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് എന്ത് മനുഷ്യൻ ചെയ്യണത് എന്നർത്ഥം. അതുപോലെയാണ് വേദാന്തം മുഴുവൻ പഠിച്ചു. ഹരിനാമകീർത്തനമൊക്കെ പല പ്രാവശ്യം ബൈഹാർട്ടാണ് മുഴുവൻ. എന്നിട്ടോ എത്ര കാലമായി ജപിച്ചു തുടങ്ങിയിട്ട് എന്താ കിട്ടാത്തത് എന്നാണ് ഒരു ചോദ്യം. എന്തുകൊണ്ട് കിട്ടണില്ല? കിട്ടണം എന്നുള്ള വിചാരമില്ലാതെ ചെയ്യണം. അതാണ് അവിടെയാണ് കിട്ടാത്തത്. മനസ്സ് വേണ്ട പോലെ അടങ്ങാത്തത് ഫലേച്ഛ ഉള്ളതുകൊണ്ടാണ്. ഈ ഫലേച്ഛ പോയി കിട്ടിയാൽ മനസ്സടങ്ങും. അപ്പോൾ കിട്ടണം എന്നുള്ള വിചാരത്തോടെ നമ്മൾ ചെയ്യണു. ഈ വിചാരം ആദ്യം തന്നെ മാറ്റിവെക്കണം എന്നർത്ഥം. ഭക്തിയിൽ ഇപ്പോൾ രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു, ഇതെന്താ ഇത്രയൊക്കെ ഗീത പഠിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും ഗീത പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ട് എനിക്ക് എന്താ കിട്ടാത്തതൊന്നും? അതെ, നീ ഈ പുസ്തകത്തിലേക്കല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, പുസ്തകം പറയണത് എന്താ? ഗീത പറയണത് എന്താ? നീ എന്നെ ശ്രദ്ധിക്കാതെ നിന്നെ ശ്രദ്ധിക്കൂ എന്നാണ്. അവനവനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കൂ അല്ലേ? ഇതൊക്കെ പഠിക്കണ ആളാരാ? ഞാൻ അല്ലേ? ഇതൊക്കെ കാണണ ആളാരാ? അതും ഞാൻ. അപ്പം ഈ ഞാനാരാ? അതിലേക്കല്ലേ നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. നമ്മൾ ഈ കാണുന്ന വസ്തുക്കളിലേക്ക് മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പോണത്. ഈ വസ്തുക്കളെ വിട്ട്, ഇതൊക്കെ അവസ്തുവാണ്, വസ്തു അല്ല ശരിക്കും കാണുന്നതൊന്നും. വസ്തു ഒന്നേ ഉള്ളൂ, വാസ്തവമത്ര വസ്തു ശിവദം. ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം അവസ്തുവാണ്. അപ്പോൾ ആ അവസ്തുവിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ദൃഷ്ടിയെ മാറ്റിയിട്ട് എന്ത് വേണം? പതുക്കെ ഈ വസ്തുവിലേക്ക് നമ്മുടെ സൃഷ്ടിയെ കൊണ്ടുവരണം. പിന്നെ അപ്പോൾ കാണുന്ന വസ്തുവിൽ നിന്ന് വിട്ട് ഈ കാണുന്നവൻ ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് ഈ രഹസ്യം പിടികിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതല്ല ചിന്തിക്കണത്.
അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും കിട്ടണം എന്നുള്ള വിചാരം നമ്മളിലുണ്ട്. ഈ കിട്ടണം എന്നുള്ള വിചാരം തന്നെ ശരിക്കും എന്താവും? ആസ്കിങ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി, അല്ലെ? കിട്ടണം എന്നുള്ള വിചാരം തന്നെ ആധ്യാത്മികതയല്ല. അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ കാരണം എന്താ? ഞാൻ എന്നുള്ള അഹങ്കാരം ബോധമാണ്, അഹന്താബോധമാണ്. അതാണ് അഹങ്കാരമായതിനു താൻ തന്നെ സാക്ഷി, അല്ലേ? ആ അഹന്താബോധമാണ് ഈ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള കാരണം. ഇതിനെ രണ്ട് തരത്തിൽ തിരിക്കാം ഈ അഹങ്കാരത്തിനെ. ഒന്ന് വിശ്വ അഹന്ത എന്നും വ്യക്തി അഹന്ത എന്നും തിരിക്കാം. ഇപ്പോൾ ജാഗ്രത്തിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ അഹന്തയെ, വിശ്വാഹന്തയെ വിശ്വാനരൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വ്യഷ്ടിയായിട്ടുള്ള അഹന്തയുണ്ട്, ഓരോ ജീവജാലങ്ങളിലുള്ള അഹന്ത. ഈ വ്യക്തി അഹന്തയെ വിശ്വൻ എന്ന് പറയും. സ്വപ്നത്തിൽ ഈ വിശ്വാഹന്തയെ, സമഷ്ടിയായ വിശ്വാഹന്തയെ ഹിരണ്യഗർഭൻ എന്ന് പറയും. വ്യക്തിപരമായിട്ടുള്ള ഈ വ്യക്താഹന്തയെ തൈജസൻ എന്ന് പറയും. സുഷുപ്തിയിൽ ഈ വിശ്വാഹന്തയെ ഈശ്വരൻ എന്നും വ്യക്തി അഹന്തയെ പ്രാജ്ഞൻ എന്നും പറയും. അപ്പോൾ ഒരേ പരമാത്മാവ് തന്നെയാണ് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും കാണുന്ന മായാരൂപത്തിൽ പ്രതിബിംബിച്ച് വിശ്വനായിട്ടും തൈജസനായിട്ടും പ്രാജ്ഞനായിട്ടും മൂന്നായിട്ട് പിരിയണമെന്നർത്ഥം. അതാണ് ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി. അപ്പം അങ്ങനെയാണ് പ്രപഞ്ചാനുഭവം ഉണ്ടാവണത്. അതിന് അല്ലെങ്കിൽ കാരണമായിട്ട് നിൽക്കണം ബ്രഹ്മം. ആ ബ്രഹ്മത്തിൻ്റെ ഒരു ഉപാസനാമാർഗം തന്നെയാണ് പ്രണവം. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത് എന്നർത്ഥം. ഏക ഏവ പുരാവേദ പ്രണവ സർവവാഗ്മയ വേദോ നാരായണ സാക്ഷാൽ ഓങ്കാരാൽ വ്യഞ്ജിത സ്പർശ സ്വരോഷ്മ അന്തസ്ഥഭൂഷിത, അല്ലെ? ഭാഗവതത്തിലൊരു സ്ഥലത്ത് പറയും. ഇപ്പോൾ സാക്ഷാൽ നാരായണൻ, വേദോ നാരായണ സാക്ഷാൽ ഏക ഏവ പുരാവേദ, അതിപുരാതനം അമാനുഷികമായ വേദം, അത് പ്രണവം തന്നെയാണ്. അപ്പോൾ ആ വേദസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ വേദോ നാരായണ സാക്ഷാൽ, അത് ശ്രീനാരായണമൂർത്തി ജഗദീശ്വരൻ. അതിന് ശബ്ദബ്രഹ്മമയമായിട്ടുള്ള ഒരു ഭാവമാണ് ഓങ്കാരം. ഇത് ആദ്യത്തെ അവസ്ഥയാണ്. പിന്നെ അതിൽ നിന്നാണ് ഓങ്കാരാൽ വ്യഞ്ജിത സ്പർശ സ്വരോഷ്മ അന്തസ്ഥഭൂഷിത. അതിൽ നിന്ന് അക്ഷരങ്ങളുണ്ടായിരുന്ന സ്വരം, അകാരാദികളായിട്ടുള്ള 16 അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളാണ്. പിന്നെ കാ മുതൽ 25 അക്ഷരം സ്പർശാക്ഷരങ്ങളാണ്. യാ ഷ ഷ സ ഹ, ഇത് ഊഷ്മാക്കൾ. അന്തസ്ഥം യാ രാ ലാവ, അതാണ് സ്വരോഷ്മ അന്തസ്ഥഭൂഷിത. അപ്പം അങ്ങനെയുള്ള അക്ഷരങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഓങ്കാരത്തിൻ്റെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലും വേണമെങ്കിൽ ഇതിനെ മൂന്നായിട്ട് പിരിക്കാം ഓങ്കാരത്തിനെ. ഇപ്പോൾ സത്വ ഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട് ഈ അഹങ്കാരത്തിന്. അപ്പോൾ ആ അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഓങ്കാരത്തിനും ഉണ്ടത്. അപ്പോൾ ആ ഓങ്കാരത്തിനെ മൂന്നായിട്ട് പിരിക്കാം. സത്വഗുണം പ്രകാശമാണ്, രജോ ഗുണം പ്രവൃത്തിയാണ്, തമോ ഗുണം മോഹമാണ്. അതിൽ ഓങ്കാരത്തിൽ അകാരം വിഷ്ണുവായിട്ടും ഉകാരം ബ്രഹ്മാവായിട്ടും മകാരം ശിവനായിട്ടും. അതിനൊക്കെ സാക്ഷിയായിട്ട് നിൽക്കണതോ താൻ തന്നെ സാക്ഷി. അതിന് താൻ തന്നെ സാക്ഷി. ആ ബ്രഹ്മം തന്നെയാണ് ഇതിനൊക്കെ സാക്ഷിയായിട്ട് നിൽക്കുന്നത്. പരമാത്മാവ് സാക്ഷിരൂപേണ വർത്തിക്കുന്ന സ്വരൂപമാണ്, അല്ലേ? പരമാത്മാവ്. ഇപ്പോൾ സൂര്യൻ ആകാശത്തിൽ നിൽക്കുന്നുണ്ട്. അനവധി പാത്രങ്ങൾ നമ്മൾ ഭൂമിയിൽ വച്ചിട്ട് അതിലൊക്കെ വെള്ളം നിറച്ച് വെച്ചാൽ, എത്ര പാത്രത്തിൽ ജലം വച്ചാലും അതിലെല്ലാം സൂര്യൻ പ്രതിഫലിക്കും, എല്ലാത്തിലും പ്രതിഫലിക്കും. പാത്രത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഈ പ്രതിഫലനത്തിന് മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ പാത്രത്തിലെ വെള്ളം ഇളക്കിയാലോ ഈ പ്രതിഫലനവും ചലിക്കും. എന്നാൽ
പ്രതിബിംബത്തിന് വ്യത്യാസം വരാം എന്നല്ലാതെ പാത്രം ചലിച്ചാൽ പ്രതിബിംബമായ സൂര്യൻ ചലിക്കും, പക്ഷെ ബിംബമായ സൂര്യന് ഒരു ചലനവുമില്ല. അതിതെല്ലാം കണ്ടുകൊണ്ടൊരു സാക്ഷി രൂപേണ നിൽക്കും. അപ്പോൾ ഒരു വിളക്കിൻ്റെ പ്രകാശത്തിലാണ് നമ്മൾ പലതും ചെയ്യണത്. വിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ നാമം ജപിക്കണു, ഭാഗവതം വായിക്കണു, കള്ളക്കണക്ക് എഴുതണു, എല്ലാം വിളക്കിൻ്റെ പ്രകാശത്തിൽ ചെയ്യണു. പക്ഷെ വിളക്കിന് ഇത് വല്ലതും ബാധകമാവുന്നുണ്ടോ? വിളക്ക് നമുക്ക് പ്രകാശം തരും, ഇതൊക്കെ ചെയ്യാൻ പ്രകാശം തരും. ചെയ്യണത് നമ്മളാണ്. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. നല്ലത് വേണമെങ്കിൽ നമുക്ക് നല്ലത് ചെയ്യാം, ചീത്ത വേണമെങ്കിൽ നമുക്ക് ചീത്ത ചെയ്യാം. ഇതിനെല്ലാം വിളക്ക് പ്രകാശം തരും. പക്ഷെ വിളക്കൊരു സാക്ഷിയാണ്. അതേപോലെ താൻ തന്നെ സാക്ഷി, അതെ, അതുപോലെ ആത്മാവ് സാക്ഷിയായിട്ട് നിൽക്കണു. അപ്പം അങ്ങനെയുള്ള ആ ആത്മാവിനെ നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? ഇത് പ്രസംഗം കൊണ്ടൊന്നും അറിയാൻ എളുപ്പമല്ല എന്നർത്ഥം. പ്രസംഗം കുറെ ചെയ്തുകൊണ്ട് അറിയൊന്നുമില്ല. ഇപ്പോൾ 1 മണിക്കൂർ നേരം നമ്മളിരുന്ന് ആത്മാവിനെ കുറിച്ച് പ്രസംഗിക്കാം, പക്ഷേ എന്തൊക്കെയോ കേട്ടു, അല്ലെ? ആശ്ചര്യവൽ പശ്യതി കശ്ചിതേനം, ഗീതയിലൊക്കെ ഭഗവാൻ പറയും. ചിലർ ആശ്ചര്യമായിട്ടുള്ള എന്തിനെക്കുറിച്ചോ പറയണത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആത്മാവിനെക്കുറിച്ച്. ചിലർ ഏതോ ഒരു അത്ഭുത വസ്തുവിനെക്കുറിച്ച് കേൾക്കണത് പോലെ കേട്ടുകൊണ്ടിരിക്കും. ചിലർ ഏതോ ഒരു അത്ഭുത വസ്തുവിനെ കാണുന്നത് പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനെ അറിഞ്ഞവരാരുമില്ല, അത് ഞാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനെ അറിഞ്ഞ ആൾ ഭഗവാൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആരുമില്ല. നമ്മളാരും അറിഞ്ഞിട്ടേ ഇല്ല. അറിഞ്ഞ ആൾ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇനി വേറൊരാൾ അറിഞ്ഞാലോ അയാളും ഭഗവാനായിട്ട് തീരും. അയാളും ഭഗവാനായിട്ട് തീരും അറിഞ്ഞാൽ. അപ്പോൾ ബ്രഹ്മജ്ഞാനിയായ ഒരാൾ ബ്രഹ്മജ്ഞാനിയായ ബ്രഹ്മം തന്നെയാവും എന്നാണ് ഉപനിഷത്തെല്ലാം പറയുക. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ബോധം വരണം, അല്ലെ? ഈ അനുഭവം വരണം. ഇതിനെന്ത് വേണം? അതിന് ഗുരുകാരുണ്യം വേണം. അതാണ് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. അപ്പോൾ ജീവാത്മാ പരമാത്മാ ഐക്യം തന്നെയാണ് മോക്ഷം എന്ന് വേദാന്തം പറയുന്നു. ഇത് നേടണമെങ്കിൽ എന്ത് വേണം? ജീവൻ എന്താണ്, ബ്രഹ്മം എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ അറിയണം. ഇത് പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞാൽ പോരാ, അനുഭവത്തിൽ വരണം. അതാണ് ബോധം വരൽ, അനുഭവത്തിൽ വരണം. നതു പുസ്തകേ സതു മസ്തകേ, അല്ലെ? ഇത് തലയിലാവണം. അപ്പം അതിനാണ് ഗുരുവിൻ്റെ ആവശ്യം. അതിന് സഹായിക്കണ ഗുരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ തന്നെയാണ്. ഇപ്പോൾ ഗുരു എന്തു ചെയ്യും? അവനവനിൽ തന്നെ ഉറങ്ങിക്കിടക്കണ ഈ ശക്തിയെ ഉണർത്തും. അതാ, തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണ ശക്തിയെ ഉണർത്തിത്തരുകയാണ്, ഉണർത്തിവിടുകയാണ് ഗുരു ചെയ്യണത്. അല്ലാതെ പുറമേ നിന്നൊരു ശക്തിയെ ഉള്ളിലേക്ക് കൊണ്ടുവരലല്ല. ഈശ്വരനെ എവിടുന്നെങ്കിലും പുറമേ നിന്ന് കൊണ്ടുവരാനുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാ. സിദ്ധത്വാദിഹ സർവദ, അല്ലെ? എപ്പോഴും നമുക്ക് കിട്ടിയ വസ്തുവാണിത്. ആ കിട്ടിയ വസ്തുവിനെ പിന്നെ കൊണ്ടുവരാനുണ്ടോ എവിടുന്നെങ്കിലും? ഒന്നുമില്ല. അപ്പം അതിനെ നമ്മൾ അത് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി തരൽ മാത്രമാണ് ഗുരു ചെയ്യണത്. അപ്പോൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഒന്ന് ഉണർത്തിവിടും. അല്ലാതെ പുറമേ നിന്ന് ഒരു ശക്തിയെ കൊണ്ടുവരലല്ല എന്നർത്ഥം. അതാണ് ബോധം വരുത്തുവതിനാളായി നിന്ന്. ആ ബോധം വരുത്തി തരികയാണ്, അതുകൊണ്ട് ബോധം കൊണ്ടുവരണ ആളല്ല. ഇപ്പോൾ അവനവനിൽ തന്നെ ഈ ശക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? ഒരാൾ പറയണം, വേണ്ടേ? നമ്മൾ അതാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അതാണ് എന്ന് അറിയാത്തിടത്തോളം കാലം നമ്മൾ രക്ഷപ്പെടാനൊന്നും പോണില്ല. പല കഥകൾ, ഇപ്പോൾ വിവേകാനന്ദ സ്വാമികൾ തന്നെ ഒരു രസകരമായിട്ടൊരു കഥ പറയും ഒരു സ്ഥലത്ത്. ഒരു സിംഹം, നമ്മൾ കേട്ടിട്ടുള്ള കഥയാവും. ഒരു സിംഹം ഒരു കാട്ടിൽ, അപ്പോൾ അത് ആ കാട്ടിൽ വെച്ച് പ്രസവിച്ചു. അപ്പോൾ അവിടെ കുറേ ആടുകളുണ്ട്. ഈ ആടിനെ നോക്കണ കുറച്ച് ആളുകളും ആ കാട്ടിൽ വരും ഈ ആടിനെ തീറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സിംഹം പ്രസവിച്ചത് ഈ ആടുകളൊക്കെ നിൽക്കണതിൻ്റെ ഏതാണ്ട് സമീപത്തായിരുന്നു. അപ്പോൾ അതിനെ നോക്കണ ആളുകളൊക്കെ ഓടി വന്നപ്പോൾ ഈ സിംഹം ഭയപ്പെട്ട് ഓടി തൻ്റെ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട്. അപ്പോൾ ഈ ആടിനെ നോക്കുന്ന ആളുകൾ ആ സിംഹക്കുട്ടിയെ എടുത്തുകൊണ്ട് പോയി വളർത്തി. അത് ആടുകളുടെ കൂട്ടത്തിൽ വളരാൻ തുടങ്ങി. ആടുകളെ പോലെ മേന്ന് കരയാൻ തുടങ്ങി, പുല്ല് തിന്നാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മ സിംഹം
തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നു കാട്ടിൽ കൂടി. ഒരു ദിവസം ഈ ആടുകളുടെ കൂട്ടത്തിൽ കണ്ടുമുട്ടി. അതവിടെ ചെന്ന് പതുക്കെ ഈ സിംഹത്തിനെ കടിച്ചെടുത്തു, ഈ സിംഹക്കുട്ടിയെ. അപ്പോൾ ആ സിംഹക്കുട്ടി പറഞ്ഞു, അയ്യോ എന്നെ കൊല്ലരുത്, ഞാൻ ആടാണ്. നീ ആടൊന്നും അല്ല, നീ ആരാന്ന് ഞാൻ മനസ്സിലാക്കി തരാം, എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഒരു നദിയുടെ തീരത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് വെള്ളത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കി. ഇപ്പോൾ നിൻ്റെ മുഖവും എൻ്റെ മുഖവും ഒരുപോലെയല്ലേ ഇരിക്കണത്? അതെ. ആടിൻ്റെ മുഖം പോലെ ഇങ്ങനെ കൂർത്ത മുഖമാണോ നിൻ്റെ മുഖം? അല്ല. എൻ്റെ മുഖം പോലെയല്ലേ? അതെ. അപ്പം ഞാനും നീയോ ഒന്നല്ലേ? അതെ. അതുകൊണ്ട് നീ ഇനി ആട് കരയണത് പോലെ മേ മേ മേന്ന് കരയരുത്, ഞാൻ ഗർജിക്കണ പോലെ ഗർജിക്കണം എന്ന് തോന്നുന്നു. ഈ സിംഹം ഒന്ന് ഗർജിച്ചു. ഈ സിംഹക്കുട്ടി അതുപോലെ ഒന്ന് ഗർജിച്ചപ്പോൾ ഈ ആട്ടുംകുട്ടികളൊക്കെ പേടിച്ചോടിയ വഴിയിൽ പിന്നെ പുല്ലുണ്ടായിട്ടില്ല. അപ്പോൾ എന്താ, അവനവൻ ആരാണ് എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നം മുഴുവൻ. ഇതിനൊരു ഗുരു വേണം. അപ്പോൾ അങ്ങനെയുള്ള ആ ഗുരു ഭഗവാൻ തന്നെ എന്നർത്ഥം അല്ലേ. ഇതിനു വേണ്ടി അനവധി പ്രമാണങ്ങൾ നമുക്ക് പുരാണങ്ങളിൽ നിന്നും പല സ്ഥലത്തുനിന്നും എടുക്കാൻ പറ്റും. ഭാഗവതത്തിൽ പല സ്ഥലത്തും ഇതിന് വർണ്ണനകളുണ്ട്. ഒരു സ്ഥലത്ത് പറയണു, അനാദ്യ അവിദ്യോപഹതാത്മസംവിദ തന്മൂല സംസാര പരിശ്രമാതുര യദൃച്ഛയേഹോപസൃതായ മാപ്നുയു വിമുക്തിതോന പരമോ ഗുരുർ ഭവാൻ അല്ലേ. അനാദ്യവിദ്യോപഹതാത്മസംവിദ, എല്ലാ ദുഃഖത്തിനും കാരണം അവിദ്യയാണ്, അജ്ഞാനമാണ്. ഈ അവിദ്യ അനാദിയുമാണ്. അതെന്നുണ്ടായി എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ അവിദ്യ അനാദിയാണ്. ഇപ്പോൾ ഭഗവാൻ ഭാഗവതത്തിൽ ഉദ്ധവന് ഉപദേശം കൊടുക്കുമ്പോൾ പറയും, വിദ്യ അവിദ്യേ മമ തനു വിദ്ധി ഉദ്ധവ ശരീരിണാം മോക്ഷബന്ധകരീ ആദ്യേ മായയാമേ വിനിർമ്മിത. ഈ വിദ്യയും അവിദ്യയും മായയുടെ കാര്യമാണ്. വിദ്യ അവിദ്യയെ മമ തനു, ഇത് രണ്ടും എൻ്റെ ശക്തി തന്നെയാണ്. അത് നിത്യമല്ല, കാരണം അത് മായയുടെയാണ്. നിത്യം ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിദ്യ കൊണ്ട് എന്താവും? ആത്മജ്ഞാനം നഷ്ടപ്പെടും. അങ്ങനെ സംസാര വിഷയത്തിൽ പരിശ്രമിച്ച് അല്ലേ. ഇപ്പോൾ മോക്ഷബന്ധകരീ ആദ്യേ വിദ്യ മോക്ഷത്തിന് കാരണമാണ്, അവിദ്യ ബന്ധനത്തിനും കാരണമാണ്. പക്ഷെ ഇത് രണ്ടും വാസ്തവത്തിൽ ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല. അനുഭവിക്കുമ്പോൾ ഇത് രണ്ടും വേറെ വേറെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ സത്യം മനസ്സിലായാലോ ഇത് രണ്ടും ഇല്ല അവിടെ. ഈശ്വരൻ മാത്രമേ അവിടെ ഉള്ളൂ, രണ്ടില്ല അവിടെ അല്ലേ. ഒന്നേ ഉള്ളൂ, ഏകമായിട്ടുള്ളത് അല്ലേ. താത്വികമായ അറിവ് അതാണ്. ഇപ്പോൾ ഏകമായ വസ്തു മാത്രമേ ഉള്ളൂ എന്ന് അറിയലാണ് താത്വികമായിട്ടുള്ള അറിവ്. വദന്തി തത്വവിധം തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത അല്ലെ. വദന്തി തത്വവിധം തത്വം, തത്വവിത്തുകൾ എന്ത് പറയും? തത്വം എന്ന് വെച്ചാൽ യജ്ഞാനം അദ്വയം, അദ്വയമായ ജ്ഞാനമാണ് തത്വം, രണ്ടില്ലാത്ത അറിവ്. പക്ഷെ അതിനെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത. ചിലരതിനെ ബ്രഹ്മെന്നും ചിലരതിനെ പരമാത്മാവെന്നും ചിലർ ഭഗവാൻ എന്നൊക്കെ പറയും. അവരവരുടെ ഇഷ്ടം പോലെ പറയാം, പക്ഷേ വസ്തു ഒന്നേ ഉള്ളൂ. അപ്പം ഇത് മനസ്സിലാവാതെ അനാദിയായിട്ടുള്ള അവിദ്യയുണ്ട്. എത്രയോ ജന്മത്തിലെ അവിദ്യ നമ്മളെയൊക്കെ പിന്തുടരുന്നുണ്ട്. ആ അജ്ഞാനം കൊണ്ട് ആത്മജ്ഞാനം നഷ്ടപ്പെട്ട് അനാദ്യ വിദ്യോപഹതാത്മസംവിധ തന്മൂല സംസാര പരിശ്രമാതുര, ഈ സംസാരത്തിൽ കഷ്ടപ്പെട്ട് അല്ലേ പരിശ്രമിച്ച് എന്തിനൊക്കെയോ വേണ്ടി പരിശ്രമിക്കണു. എന്നിട്ട് അവസാനം എന്താവും? ക്ലേശം മാത്രം ബാക്കി. പരിശ്രമ ആതുര അല്ലെ, ആതുരന്മാരായിട്ട് ക്ലേശം മാത്രം ബാക്കിയായിട്ട് തീർന്നു. അപ്പോൾ എന്താവണം? യദൃച്ഛയേഹോപസൃതായ മാപുനീർ, അവരൊക്കെ യാദൃച്ഛികമായിട്ട് ഭഗവാനെ ആശ്രയിക്കാൻ കിട്ടുന്ന അവസരം, അല്ലാണ്ട് അതിനുവേണ്ടി അവസരം ഉണ്ടാക്കണം എന്നില്ല. യാദൃച്ഛികമായിട്ട് അതിന് അവസരം വരും. ഇപ്പോൾ അമ്പലത്തിൽ തൊഴാൻ വന്ന സമയമാണ്, ഇവിടെ വന്നപ്പോൾ ഭാഗവതമുണ്ട് അല്ലെങ്കിൽ പ്രഭാഷണം നടക്കുന്നുണ്ട്, എന്നാൽ കുറച്ച് നേരം കേൾക്കാം, അവിടെ ഇരിക്കും. അതല്ല, അവിടെ ഇങ്ങനെ ഒന്ന് നോക്കും. കാഴ്ച ബംഗ്ലാവിൽ എന്തോ കാഴ്ച കാണാൻ പോയി നോക്കണ പോലെ 4 വശത്തും നിൽക്കും, കുറ്റി അടിച്ച് നിൽക്കണ പോലെ അവിടെ നിൽക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞാൽ അവിടെ പോവുകയും ചെയ്യും. അവിടെ ഇരിക്കുമൊന്നുമില്ല,
കേൾക്കാനും വരില്ല. അങ്ങനെയല്ല. അപ്പോൾ അത് യാദൃച്ഛികമായിട്ട് വന്ന ഒരു സംഭവമാണ്, അല്ലെ ഒരു സമയമാണ്. നമ്മൾ പ്രതീക്ഷിച്ച് വന്നതല്ല, അതിവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും വന്നതല്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അതുണ്ട്. എന്നാൽ കുറച്ച് നേരം കേൾക്കാം, എന്നാൽ സമയമില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ ഇവിടെ നിന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരോടൊക്കെ ആ വഴിയിൽ വർത്തമാനം പറഞ്ഞ് സമയം കളയേണ്ടതെന്ന് കണക്കൊന്നുമില്ല. എത്ര നേരം വേണമെങ്കിലും അയ്യോ സമയം ഇത്രയായി എന്ന് അറിഞ്ഞില്ല കേട്ടോ, ഇന്ന് എപ്പോഴാണ് ഇനി ബസ് കിട്ടി ഞാനവിടെ ചെല്ലണത്, അല്ലേ, ആ സമയം ഇവിടെ ഇരുന്നാൽ പോരെ, അത് തോന്നില്ല. അതാണ് യദൃച്ഛയേഹോപസൃതായ മാപുന. അങ്ങനെ യാദൃച്ഛികമായിട്ട് കിട്ടണ അവസരം പ്രയോജനപ്പെടുത്തിയാൽ എന്താവും? ഈ അഹങ്കാരം നശിച്ചോളും, പതുക്കെ പതുക്കെ അടങ്ങിപ്പോവും അത്. അങ്ങനെ കാരണം അഹങ്കാരഗ്രന്ഥികളെ ഭേദിച്ച്, അല്ലേ, വിമുക്തിതോന പരമോ ഗുരുർഭവാൻ, അങ്ങനെയുള്ള അഹങ്കാരഗ്രന്ഥികളെ ഇല്ലാണ്ടാക്കിയിട്ട് മോചനം തരണ ഗുരുവാണ് ഭഗവാൻ. പരമോ ഗുരുർഭവാൻ, അതാണ് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരി നാരായണായ നമ എന്ന് അവിടെ ഭഗവാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ആചാര്യൻ പറഞ്ഞത് എന്നർത്ഥം. അപ്പോൾ ഏകദേശം ഒന്നാമത്തെ ശ്ലോകത്തിൽ നമുക്ക് അത്യാവശ്യം നമ്മളതിൻ്റെ ഒരു വിവരണം വച്ചു. ഇനി രണ്ടാമത്തെ ശ്ലോകമാണ്. ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബത മിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻകൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ഇപ്പോൾ ഒന്ന് മാത്രമായിട്ടുള്ള ഒന്നായ നിന്നയിഹ, ഒന്ന് മാത്രമായിട്ടുള്ള അവിടുത്തെ അല്ലെങ്കിൽ ഈശ്വരനെ പലതായിട്ട് കാണാൻ ഇടവരണതാണ് നമ്മുടെ ദുഃഖം. ഇത് പറയാൻ തന്നെ വയ്യാന്നർത്ഥം. എത്രയോ കാര്യങ്ങൾ പറയാനുണ്ടാവും, അല്ലേ, ദുഃഖത്തിനെ പറ്റിയിട്ട്. ഇനി അത് പണ്ടത്തെ പോലെയോട്ടോ ഒന്നായിട്ട് അനുഭവപ്പെടണമെങ്കിൽ, അത് ഏകമാണ് എന്ന് അറിഞ്ഞ് അനുഭവപ്പെട്ട് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ കൃപയുണ്ടാവണം. അതുണ്ടായാൽ മാത്രമേ ഇത് അനുഭവപ്പെടുള്ളൂ. അതാണ് പണ്ടേ കണക്കെ വരുവാൻ നിൻകൃപാവലികളുണ്ടാകയെങ്കലിഹ നാരായണായ നമ. ഇപ്പോൾ പ്രണവ ഓങ്കാരത്തിൽ അഹങ്കാരം ഉത്ഭവിക്കണതോട് കൂടിയിട്ട് പലതുണ്ടെന്ന് തോന്നൽ വരും, അല്ലേ. അഹങ്കാരം ഉത്ഭവിക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടെന്ന് തോന്നൽ വരണത്. ഇതിന് കാരണമായ ശോക ഹർഷ ഭയക്രോധ ലോഭമോഹ സ്പൃഹാദയ അഹങ്കാരസ്യ ദൃശ്യന്തേ ജന്മമൃത്യുശ്ച ന ആത്മന എന്ന് ഭാഗവതത്തിൽ ഭഗവാൻ തന്നെ പറയും, ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ പറയും. ശോക ഹർഷ ഭയ ക്രോധ ലോഭ മോഹ സ്പൃഹാദയ അഹങ്കാരസ്യ ദൃശ്യന്തേ ജന്മമൃത്യുശ്ച. ജനനം മരണം ശോകം ഹർഷം മോഹം ഭയം ഇതെല്ലാം അഹങ്കാരത്തിൽ നിന്ന് ഉത്ഭവിക്കണതാണ്. അല്ലാണ്ട് ആത്മാവിൽ നിന്നൊന്നും ഉത്ഭവിക്കണില്ല എന്നർത്ഥം. അപ്പം ഇതിനാണ് കാരണം ആയിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ മായ എന്ന് പറയും. അതിനി വരാമുണ്ട്, ശ്രീമൂലമായ പ്രകൃതി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ വരും. അപ്പോൾ മായ എന്താ ഈ മായ എന്ന് വെച്ചാൽ ബ്രഹ്മാശ്രയ സത്വരജസ്തമോ ഗുണാത്മിക മായ അസ്ഥി എന്ന് ശങ്കരാചാര്യസ്വാമികൾ തത്വബോധത്തിൽ പറഞ്ഞത്. ബ്രഹ്മാശ്രയ സത്വരജസ്തമോ ഗുണാത്മിക മായ അസ്ഥി. ബ്രഹ്മത്തെ ആശ്രയിച്ചു നിൽക്കണ ഒരു ശക്തി, അതൊരു തിരശീല പോലെയാണ്, ഒരു കർട്ടൻ പോലെയാണ്. അപ്പം അതിന് സത്വരജസ്തമോ ഗുണാത്മിക 3 ഗുണങ്ങളുണ്ടെന്ന, സത്വം രജസ് തമസ്. ഇത് ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കണു. മായ അനാദിയാണ്, ബ്രഹ്മവും അനാദിയാണ്, അല്ലേ. ഇത് രണ്ടും അനാദിയാണ്. എന്ന് ഉത്ഭവിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ബ്രഹ്മത്തിന് അവസാനം അങ്ങനെയില്ല, അതിന് അവസാനമില്ല. മായയ്ക്ക് അങ്ങനെയല്ല, അത് അനാദിയാണെങ്കിലും അതിന് അവസാനമുണ്ട് എന്ന് പറയാം. അപ്പോൾ താർക്കികന്മാർ പറയും മായയ്ക്ക് അവസാനമില്ല എന്ന് പറയും. പക്ഷെ വേദാന്തികൾ പറയണത് മായയ്ക്ക് അവസാനം ഉണ്ടെന്നാണ്. എന്താണ് മായ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മായയെ നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ മായ അവസാനിച്ചു. നമ്മുടെ ഈ കാണണതെല്ലാം മായയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ മായ പോയി, പിന്നെ നമുക്ക് മായ ഇല്ല അവിടെ. പക്ഷെ ഇത് എളുപ്പമല്ല. ഇത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റണതല്ല. പിന്നെയോ ദൈവീഹ്യേഷാ ഗുണമയീ മമമായ ദുരത്യയ മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ എന്ന് ഗീതയിൽ തന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞു. എൻ്റെ മായ ദുരത്യയ ദൈവീഹ്യേഷാ ഗുണമയീ മമ മായ ദുരത്യയ, അല്ലെ, മാമേവയെ പ്രപദ്യന്തേ,
ഭഗവാനെ തന്നെ ആശ്രയിക്കണം ഇത് രക്ഷപ്പെടണമെങ്കിൽ. കാരണം നമ്മൾ സൃഷ്ടിച്ചതല്ല ഈ മായ, ഭഗവാൻ സൃഷ്ടിച്ചു വെച്ച ഒന്നാണെങ്കിൽ ഭഗവാന്റെ ശക്തിയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാൻ തന്നെ വേണം എന്നർത്ഥം. അപ്പോൾ മായ എന്താ, അതിന് കാരണമൊന്നും പറയാൻ പറ്റില്ല, ഇന്ന കാരണം എന്നൊന്നും പറയാൻ പറ്റില്ല മായയ്ക്ക്. ഇപ്പോൾ ചുരുക്കത്തിൽ വേണമെങ്കിൽ മായയെ പറ്റിയൊരു സമ്പ്രദായം നമ്മൾ എന്ത് പറയാം. ഒരിക്കൽ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ വന്നു. രമണ മഹർഷിയെ കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം അന്ന് പ്രസിഡൻ്റൊന്നുമല്ല. വരുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, എന്നോട് അവിടെ ചെന്ന് പ്രസംഗിക്കാനൊന്നും പറയരുത്, ഞാൻ ആ സന്നിധിയിൽ പോയി കുറച്ച് നേരം ഇരിക്കും, അത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ തിരിച്ചു പോരും. അങ്ങനെ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ വന്നു. അപ്പം അവിടെ ഒരാൾ രമണ മഹർഷിയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്താണ് ഭഗവാനെ മായ? അപ്പോൾ രമണ മഹർഷി ആ സമയത്ത് അതിന് ഉത്തരവൊന്നും പറഞ്ഞതില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നിർവചിക്കാൻ പറ്റില്ല, സന്ദർഭം അനുസരിച്ച് മായ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഉത്തരവും പറഞ്ഞില്ല. അപ്പോഴാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അവിടെ വന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു, വേറെ കുറേ ആളുകൾ ആ ഹോളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നു രമണ മഹർഷിയുടെ മുമ്പിൽ അവിടെ അങ്ങനെ ഇരുന്നു. ഒരു 2 മണിക്കൂർ സമയം അവിടെ ഇരുന്നു. രമണ മഹർഷിയും ഒന്നും മിണ്ടിയതില്ല, ഡോക്ടർ രാധാകൃഷ്ണനും ഒന്നും മിണ്ടിയതില്ല. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയി. അപ്പോൾ ആ ഹോളിൽ ഉണ്ടായിരുന്ന സകല ആളുകളും അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോയി, അവിടെ ഇരുന്നവർ മുഴുവൻ. അപ്പോൾ രമണ മഹർഷി പറഞ്ഞു, ഇതാണ് മായ എന്ന് പറഞ്ഞു. ഇതാണ് മായ. ഈശ്വരങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തണത് എന്തോ അതൊക്കെ മായയാണ് അല്ലേ? ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കണത് എന്തോ അതൊക്കെ വിദ്യയാണ്. ഇതാണ് ഏറ്റവും പറ്റിയൊരു നിർവചനമാണ് മായയ്ക്ക്. ഇത് കൂടുതലൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു നിർവചനം കൊടുക്കാനില്ല. ഭഗവാങ്കിൽ നമ്മളെ അകറ്റി കൊണ്ടുപോകുന്ന വസ്തു എല്ലാം മായയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മം സ്വതേ ഈ ഗുണങ്ങളൊന്നും ബാധകമുള്ളതല്ല, നിർഗുണമാണ്, അത് സ്വതന്ത്രമാണ്. മായ ത്രിഗുണാത്മികയാണ്, അത് അസ്വതന്ത്രമാണ്, അത് ബ്രഹ്മത്തിനെ ആശ്രയിച്ച് നിന്ന് ജോലി ചെയ്യുന്നു. ബ്രഹ്മം എന്ന് വെച്ചാൽ പെരിയ പൊരുൾ അല്ലേ, ഓങ്കാരമായ പൊരുൾ. അപ്പോൾ പ്രപഞ്ചാനുഭവം ആർക്കാ? ബ്രഹ്മത്തിനല്ല, ജീവാത്മാക്കൾക്കാണ് അല്ലേ. ഈ ശരീരത്തിലിരിക്കണ ജീവൻ അതും ബ്രഹ്മം തന്നെയാണ്, പക്ഷെ മായയോട് അത് ബന്ധപ്പെട്ടു പോയി. ആ മായയായിട്ടുള്ള ബന്ധം വന്നതുകൊണ്ട് അതിന് ഒരജ്ഞാനം ബാധിച്ചതുപോലെ തോന്നൽ വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പ്രപഞ്ചാനുഭവം ജീവന്മാർക്ക്, അപ്പോൾ ഞാനുണ്ട് എന്നുള്ള അസ്തിത്വം ആരിലൊക്കെ ഉണ്ടോ അവർക്കൊക്കെ പ്രപഞ്ചാനുഭവമുണ്ട് അല്ലേ. ഞാനുണ്ട് എന്നുള്ള ബോധം നിൽക്കണമെങ്കിൽ അവിടെയൊക്കെ പ്രപഞ്ചാനുഭവമുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മൈക്ക് ഇരിക്കുന്നുണ്ട്, ഈ മൈക്കിന് ഞാനുണ്ട് എന്നുള്ള അസ്തിത്വ ബോധം ഇല്ല, അതുകൊണ്ട് അതിന് പ്രപഞ്ചാനുഭവമില്ല. അതിനെ ഇപ്പോൾ തല്ലിയാലും ഒടിച്ചാലും കത്തിച്ചാലും അതിനൊന്നും സംഭവിക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെ ജീവൻ, അപ്പോൾ പ്രപഞ്ചാനുഭവം അസ്തിത്വബോധമുള്ളവർക്കാണ് അല്ലെ. ഈ അസ്തിത്വബോധം ഏതാ? ഞാനുണ്ട് എന്നുള്ള ബോധം. ഇപ്പോൾ ജീവൻ ജഡം അല്ലെ, അങ്ങനെ പ്രപഞ്ചത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, അല്ലെങ്കിൽ സചലം അചലം അങ്ങനെയും പറയാം. അപ്പോൾ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കണ ഒരു ചരടാണ് അഹങ്കാരം. ചിത്ത് ജഡം അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം, ഒന്ന് ചിത്ത് ഒന്ന് ജഡം. അപ്പോൾ ഈ ചിത്തിനെയും ജഡത്തിനെയും കൂട്ടിമുട്ടിക്കണ ഒരു ചരടുണ്ട്, അതാണ് ചിത് ജഡഗ്രന്ഥി എന്ന് നാരായണ ഗുരുദേവൻ്റെ ഒരു കൃതി തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രഹ്മശക്തിയായിട്ടുള്ള മായയിൽ നിന്നുണ്ടാകുന്ന സ്പന്ദനമാണ് ജഡമായ ഈ ദൃശ്യപ്രപഞ്ചം അല്ലെ, മായയുടെ ഒരു ചലനാണ്. അപ്പോൾ അന്ധക്കരണത്തിൽ പ്രതിഫലിക്കണ ബ്രഹ്മത്തിൻ്റെ അംശമാണ് ജീവൻ. ഇതാണ് ഗീതയിലൊക്കെ ഭഗവാൻ തന്നെ പറയണു, മമൈവാംശോ ജീവലോക ജീവഭൂത സനാതന മനഃഷ്ഠാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന, എൻ്റെ സനാതനമായ അംശം തന്നെയാണ് ജീവാത്മാവായിട്ട് ഈ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യണത്. ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും ഭോഗത്തിൽ ആകർഷിക്കണതും അല്ലേ ആ മായ തന്നെയാണ് എന്നർത്ഥം. അപ്പോൾ ഈ ശക്തി എവിടെ ഇരിക്കണു? ബ്രഹ്മത്തിൽ ഒളിഞ്ഞിരിക്കണു എന്നാണ്. അപ്പോൾ ആദിയിൽ ഇതൊന്നു മാത്രമേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇവിടെ 3 ഭേദങ്ങളെ ഉപനിഷത്ത് പറഞ്ഞു അല്ലേ, സത്വരജസ്തമോ ഗുണങ്ങൾ പറഞ്ഞു. ഈ 3 ഭേദങ്ങളും ഇല്ലാത്തതാണ് ബ്രഹ്മം. എന്തൊക്കെയാ ഭേദം? ഒന്ന് സ്വഗതി ഭേദം, അതാണ് ഏകയേവ അദ്വിതീയം ബ്രഹ്മ. ഏക എന്ന് പറഞ്ഞതിന് ഈ ഭേദങ്ങളൊന്നും ഇല്ലാത്തതാണ് ബ്രഹ്മം.
ഇപ്പോൾ സ്വഗതഭേദം, സജാതീയ ഭേദം, വിജാതീയ ഭേദം, ഇങ്ങനെ 3 ഭേദങ്ങളാണ് ലോകത്തിൽ. ഇപ്പോൾ സ്വഗതഭേദം അല്ലെങ്കിൽ സജാതീയ ഭേദം എന്ന് വെച്ചാൽ എന്താ? അരി ഉണ്ട് അല്ലേ? നമുക്ക് മനസ്സിലാവണ ഉദാഹരണം പറഞ്ഞാൽ മതി. അരി, പലതരത്തിലുള്ള അരിയുണ്ട്. ഇതിനെല്ലാം അരി എന്നാ പേര്. ഒരുപാട് തരത്തിലുള്ള അരിയുണ്ട്. അത് സജാതീയ ഭേദമാണ്. പിന്നെ മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, അങ്ങനെ പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. ഇത് വിജാതീയ ഭേദമാണ്. ഇപ്പോൾ മനുഷ്യ ശരീരം തന്നെ എടുത്താൽ അതിൽ പല അവയവങ്ങളുണ്ട്. എല്ലാം ഒരുപോലെയല്ലല്ലോ. അപ്പോൾ അത് സ്വഗതഭേദമാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ഏകമായ വസ്തു, ദേശകാല വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അത് ശുദ്ധാത്മാവായിട്ട് സ്ഥിതി ചെയ്യണു. പുണ്യപാപങ്ങളൊന്നും അതിനെ സ്പർശിക്കുകയില്ല. ജനന മരണങ്ങൾക്കൊക്കെ അത് അതീതവുമാണ്. ഇത് ബ്രഹ്മം. അപ്പം അങ്ങനെയുള്ള ആ വസ്തുവിനെ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരുണ്ടല്ലേ. അപ്പം ഇതെല്ലാം ഏതിൽ നിന്നുണ്ടാകണു, എവിടെ നിൽക്കണു, എവിടെ ലയിക്കണു, ഇത് കണ്ടെത്താനാണ് ഉപനിഷത്തിൽ മഹർഷിമാർ പരിശ്രമിച്ചത്. അങ്ങനെ പരിശ്രമിച്ചപ്പോൾ അവർ കണ്ടെത്തി ഈ അഖണ്ഡമായ ബോധമാണ് പ്രപഞ്ചത്തിൻ്റെ കാരണം എന്നും ആ ബോധം ഇല്ലാത്തവന് പ്രപഞ്ചാനുഭവം ഇല്ല എന്നും അവർ കണ്ടെത്തി. ആ ബോധത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ ബോധം മാത്രമേ ഇവിടെ ഉള്ളൂ, അതില്ലെങ്കിൽ ഇതൊന്നുമില്ല. ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഒരു സ്ഥലത്ത് പറയും, ജനക മഹാരാജാവിൻ്റെ സദസ്സിൽ യാജ്ഞവൽക്യൻ, അതുപോലെ അനവധി കേമന്മാരായ പണ്ഡിതൻ, ഗാർഗി തുടങ്ങിയിട്ടുള്ള ധാരാളം പണ്ഡിതന്മാർ, ഋഷിമാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വാദപ്രതിവാദങ്ങളാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. യാജ്ഞവൽക്യനോടാണ് ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. കഥ ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ യാജ്ഞവൽക്യൻ ഇതിനെല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗാർഗി, ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹം എഴുന്നേറ്റിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഈ ഭൂമി എവിടെ നിൽക്കണു എന്ന് ചോദിച്ചു. അപ്പോൾ യാജ്ഞവൽക്യൻ ഉത്തരം പറഞ്ഞത് ഭൂമി വെള്ളത്തിൽ നിൽക്കണു എന്നാണ്. വെള്ളം എവിടെ നിൽക്കണു എന്ന് ചോദിച്ചു. വെള്ളം അഗ്നിയിൽ നിൽക്കണു എന്ന് പറഞ്ഞു. അപ്പോൾ അഗ്നി എവിടെ നിൽക്കണു എന്ന് ചോദിച്ചു. അഗ്നി വായുവിൽ നിൽക്കണു എന്ന് പറഞ്ഞു. വായു എവിടെ നിൽക്കണു എന്ന് ചോദിച്ചു. വായു ആകാശത്തിൽ നിൽക്കണു എന്ന് പറഞ്ഞു. അപ്പോൾ ആകാശം എവിടെ നിൽക്കണു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അധികം കടത്തി ചോദിക്കരുത്, നിൻ്റെ തല പൊട്ടിത്തെറിക്കും എന്നൊക്കെ യാജ്ഞവൽക്യൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആകാശം അതുണ്ട് എന്നുള്ള ബോധത്തിൽ നിൽക്കണു എന്ന് പറഞ്ഞു. അല്ലേ, ആ ബോധത്തിലല്ലേ ഇതെല്ലാം നിൽക്കണത്. അല്ലാതെ എവിടെ ഈ ബോധമില്ലെങ്കിൽ ഇത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഏകമായ വസ്തു മാത്രമേ ഉള്ളൂ അവിടെ അല്ലേ. പക്ഷെ അതിനെയാണ് രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ. അപ്പോൾ അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്വർണ്ണം ഉണ്ടെങ്കിൽ ആഭരണമുണ്ട് അല്ലേ, സ്വർണ്ണം ഇല്ലെങ്കിൽ ആഭരണമില്ല. മാല, വള, കമ്മൽ, ആഭരണങ്ങൾ പലതും പലതാണ്. പക്ഷെ അതിനെല്ലാം അധിഷ്ഠാനം സ്വർണ്ണമാണ്. അതേപോലെ പ്രപഞ്ചത്തിൽ പലതും കാണണമെന്നുണ്ടെങ്കിലും ഇതിന് അധിഷ്ഠാനം എന്താ? ഇപ്പോൾ പലതും കാണണ്ട, ഇതൊക്കെ വേറെ വേറെയാണ് എന്ന് കാണാൻ ആരും പഠിപ്പിച്ചു തരണ്ട. വേണോ? ഐസ്ക്രീം വേറെ, മാങ്ങ വേറെ, അമ്പഴങ്ങ വേറെ, ഇതൊക്കെ വേറെ വേറെയാണെന്ന് പറയാൻ ആരും പഠിപ്പിക്കണ്ട നമ്മളെ. പക്ഷെ ഇതിനെല്ലാം അധിഷ്ഠാനം ഒന്നാണ് എന്ന് നമ്മൾ അറിയണം. ഇതറിഞ്ഞാൽ നമ്മുടെ ശാന്തി നഷ്ടപ്പെടില്ല. ഇതിന് തടസ്സം എന്താ? അവിദ്യയാണ് അല്ലേ. അതുകൊണ്ടാണ് ഉണ്ടായ ഒരു ഇണ്ടൽ. അതുകൊണ്ടുണ്ടായ ഇണ്ടൽ മിണ്ടാവതല്ല എന്നർത്ഥം. പറയാൻ പറ്റണതല്ല, അത് നാണക്കേട് കൊണ്ട് പറയാൻ പറ്റണില്ല, അതാണ് അല്ലേ. നാണക്കേടാണ്. ശരിയായ വസ്തു ഇവിടെ ഇരുന്നിട്ട് നമ്മൾ അത് അറിയാതെ മറ്റു പലതും അന്വേഷിച്ചിങ്ങനെ പോവുകയാണ് പല സ്ഥലത്തും അല്ലേ. ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികൾ ഒരു സ്ഥലത്ത് പറയും, ഭിക്ഷാമഠതി ദുർമതി എന്നാണ്. അവൻ ആരാന്നറിയോ? തൻ്റെ ഗൃഹത്തിൽ നല്ല 4 കൂട്ടം പായസവും വെച്ച് ഗംഭീര സദ്യ നടക്കുക. എന്നിട്ട് ഇവൻ ഈ സദ്യ ഉണ്ണാൻ നിൽക്കാതെ അയൽവക്കത്ത് പോയി തെണ്ടി നടക്കണമെന്നർത്ഥം, ഭക്ഷണം കഴിക്കാൻ. ഭിക്ഷാമഠതി ദുർമതി അല്ലേ, അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അതല്ല വേണ്ടത്. നമ്മളിൽ തന്നെ ഈ വസ്തു ഇരിക്കണമെന്ന് കണ്ടെത്തിയാൽ പിന്നെ എവിടെ പോവാൻ? പിന്നെ എങ്ങും പോകാനില്ല, ഇവിടെ ഇരിക്കും. തിഷ്ടതി കുത്രച്ചിൽ, അനങ്ങില്ല പിന്നെ അവിടുന്ന്. അപ്പോൾ ഇതിന് കാരണമാണ് നമ്മുടെ അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ എന്നർത്ഥം. അവിദ്യ, അസ്മിത, രാഗ, ദ്വേഷ, അഭിനിവേശ, അങ്ങനെ 5 എണ്ണത്തിനെയാണ് പതഞ്ജലി മഹർഷിയൊക്കെ യോഗസൂത്രത്തിൽ അവിദ്യയായിട്ട് പറയണത്. ഇപ്പോൾ ജീവിത ക്ലേശങ്ങളാണത്. അതെ, പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുക 5 എണ്ണം. പ്രപഞ്ചം എന്താണെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്നും അറിയാത്തതാണ് നമ്മുടെ അവിദ്യ. പിന്നെ ആ അവിദ്യ അഹങ്കാരത്തിന് ശക്തി കൂട്ടും.
അങ്ങനെ അഹങ്കാരം ശക്തി കൂടി വരുമ്പോഴാണ് അവിദ്യ, അസ്മിതം. അതിനെ അസ്മിത എന്ന് പറയാം. പിന്നെ രാഗം അല്ലേ. അപ്പോൾ ഈ അഹങ്കാരം തന്നെ എത്രയാ വരണത് അല്ലേ? ഒരുപാടുണ്ട് അല്ലേ. ഞാൻ ഒരു ദിവസം എത്രയാ പറഞ്ഞുകൊണ്ടിരിക്കണത് നമ്മൾ. ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു, ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു അല്ലേ. ഞാൻ ഉണ്ടായതുകൊണ്ടൊക്കെ രക്ഷപ്പെട്ടു. എന്തുണ്ട് രക്ഷപ്പെടണു? ഞാൻ അല്ലെങ്കിൽ വേറെ ആളുണ്ട്. നമ്മളെ കുറേ പേരെ കണ്ടതുകൊണ്ടൊന്നും അല്ല ഈശ്വരൻ ഈ ലോകം സൃഷ്ടിച്ചു വെച്ചത്. ഈശ്വരൻ ഇതിന് പല ഉദ്ദേശങ്ങളുമുണ്ട്. അത് ആ സൃഷ്ടികർത്താവിന് മാത്രമേ അറിയുള്ളൂ ഇതിലെന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഈ സൃഷ്ടിയുടെ എന്ന്. നമുക്ക് ആർക്കും അറിയില്ല. ഭഗവാൻ അറിയാം ഇതെന്തിനാണ് സൃഷ്ടിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് അഹമഹമെന്നരുളുന്നതൊക്കെയാരായുകിൽ അകമേ പലതല്ല അതനേകമാകും. അകലും അഹന്ത അനേകമാകയാൽ ഇതുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു അല്ലേ. നാരായണ ഗുരുദേവൻ പറയണു ഒരു സ്ഥലത്ത്, അഹമഹമെന്നരുളുന്നതൊക്കെയാരായുകിൽ. ഈ അഹമഹമഹം എന്ന് നമ്മൾ പറയണ്ടല്ലോ, ഇതൊക്കെ ഉള്ളിൽ ആലോചിച്ച് നോക്കിയാൽ അത് ഏകമാണ് എന്നർത്ഥം, പലതല്ല. അഹന്ത അനേകമാണ് അല്ലേ. ഏകമേ പലതല്ല അത് ഏകമാകും. അകലും അഹന്ത അനേകമാകയ. അഹന്ത അനേകമാണ്. ഇപ്പം ഞാനെന്ന ബോധവും ഞാനെന്ന ഭാവവും അതാണ് ഇവിടെ പറഞ്ഞത്. ബോധം ഒന്നേ ഉള്ളൂ, ഭാവം പലതുമുണ്ട്. ഞാനെന്ന ഭാവം, അഹം ഭാവം പലതുണ്ട്, അഹം ബോധം ഒന്നേ ഉള്ളൂ. അപ്പോൾ ആ അഹം ഭാവത്തിനെ നമ്മൾ പതുക്കെ പിടിച്ചു നോക്കിയാൽ ഈ അഹംഭാവം പോയിട്ട് എന്താവും? അഹം പൊരുളും തുടർന്നിടുന്നു. ഈ അഹംബോധം അവിടെ ശേഷിക്കും എന്നർത്ഥം. അത് നിത്യമാണ്. അഹംഭാവം അനിത്യമാണ്. അനിത്യമായത് പോവും, നിത്യമായത് അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ അവിദ്യ, അസ്മിത, പിന്നെ രാഗം, ദ്വേഷം അല്ലേ. ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് വെറുപ്പ്. ഇതൊക്കെ അല്ലേ ഈ ലോകത്തിൻ്റെ കുഴപ്പം. ചിലതിനോട് ഇഷ്ടമുണ്ട്, ചിലതിനോട് വെറുപ്പുണ്ട്. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്വരൻ ആത്മവശീർ വിധേയാത്മാ പ്രസാദം അധിഗച്ഛതി എന്നൊക്കെ ഗീത പറയും. ഈ രാഗദ്വേഷങ്ങൾ ഇല്ലാതിരുന്നാൽ പ്രസാദം അധിഗച്ഛതി അല്ലേ. പിന്നെ ജീവിതത്തിൽ എന്തു വിഷമം ഒന്നുമില്ല. ശങ്കരാചാര്യസ്വാമികൾ തന്നെ ഉപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ ജഗത്തിനൊരു നിർവചനം കൊടുത്തത് കർത്തൃത്വ ഭോക്തൃത്വ രാഗദ്വേഷാദിരൂപം ജഗത്ത്. ഇതാണ് ലോകം. ഞാൻ ചെയ്യണു, ഞാൻ അനുഭവിക്കണു അല്ലെ. കർത്തൃത്വ ഭോക്തൃത്വം രാഗദ്വേഷാദി, ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് വെറുപ്പ്. ഇതങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ ലോകമുണ്ടോ? ഇത്രയേ ഉള്ളൂ ലോകം എന്ന് പറയണത് അല്ലേ. എത്ര എളുപ്പം പറയുമ്പോൾ അല്ലേ. ഇതൊന്നും അനുഭവത്തിൽ വരണമെങ്കിലേ നമ്മൾ എത്ര ജന്മം ജനിക്കേണ്ടി വരും നിശ്ചയില്ല. അപ്പോൾ അങ്ങനെ അവിദ്യ, അസ്മിത, രാഗദ്വേഷ, അഭിനിവേശം. അഭിനിവേശം എന്ന് വെച്ചാലോ മരണഭയം. അതാണ് ഇനി വരാൻ പോണ, നമുക്കറിയില്ല മരണം എന്താണെന്ന്. അപ്പോൾ അറിയാത്ത മരണത്തെക്കുറിച്ചുള്ള ഭയം. അപ്പോൾ ഇതിനെ തന്നെയാണ് ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നൊക്കെ ശാസ്ത്രം വേദാന്തം പറയണത്. ഇപ്പോൾ ജനനം, മരണം, കാമം, ക്രോധം ഇതൊക്കെ ശരീരത്തെ ബാധിക്കുന്നതാണ്. അതൊക്കെ ആധ്യാത്മികമായ ക്ലേശങ്ങളാണ്. അതാണ് ഉണ്ടായ ഒരു ഇണ്ടൽ അല്ലേ. ഈ രണ്ടെന്ന് കണ്ടതുകൊണ്ട് സംഭവിച്ചത് അതൊക്കെ. ജനനം, മരണം, കാമം, ക്രോധം, ലോഭം ഇതൊക്കെ ശരീരത്തെ ബാധിക്കണ ആധ്യാത്മികം. പ്രകൃതി ദുരിതങ്ങൾ, ചിലപ്പോൾ പ്രളയം ഉണ്ടാവും, ചിലപ്പോൾ കൊടുങ്കാറ്റുണ്ടാവും. ഇതൊക്കെ ആധിഭൗതികങ്ങളാണ്. പ്രകൃതി ദുരിതങ്ങൾ. അപ്രതീക്ഷിതമായ ചില ദുഃഖങ്ങളുണ്ടാവും, ആധിദൈവികം. നമ്മൾ പ്രതീക്ഷിക്കാതെ വരണ ചില കാര്യങ്ങളുണ്ട്. കൊറോണയൊക്കെ നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഇതുപോലെ ചില ദുരിതങ്ങൾ വരും. ഇതൊക്കെ ആധിദൈവികം എന്നർത്ഥം. ഇനി ഇതിനെ കുറച്ചും കൂടി ലളിതമാക്കിയിട്ട് ശ്രീരാമകൃഷ്ണദേവൻ പറയും, വ്യാവഹാരികമായ ദുഃഖം, ശാരീരികമായ ദുഃഖം, മാനസിക ദുഃഖം. ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള ക്ലേശങ്ങളാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടുണ്ടാവണത്. അങ്ങനെയുള്ള ആ ദുഃഖങ്ങളൊക്കെ പോയിട്ട് എന്ത് വേണം? പണ്ടേ കണക്കെ വരുവാൻ. ആദ്യത്തെ പോലെ ഏകമാണ് ഇതെന്ന് തോന്നിയിട്ട് താൻ സ്വസ്ഥനായിട്ട് ശാന്തിയിലിരിക്കണം. അതെ, തഥാ പരാം ശാന്തിമുപൈതി സാക്ഷാൽ. ആ പരമശാന്തിയിലിരിക്കണം. അതിനെന്താ ഒരു വഴി? ഒരേ ഒരു വഴിയുള്ളൂ. ദുഃഖ കാരണം ഒഴിവാക്കിയാൽ മതി. എന്താണ് ദുഃഖത്തിന് കാരണം? അതങ്ങോട്ട് ഒഴിവാക്കണം. ആ ശരിയാവും. ഇത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ എന്താ ദുഃഖത്തിന് കാരണം എന്ന് അല്ലെ. അനിത്യം അസുഖം ലോകം. ഈ ലോകമാണ് ദുഃഖത്തിന് കാരണം. അനിത്യം അസുഖം ലോകം. ഈ ലോകമാണ്, ഈ കാണുന്നത് ലോകം, ഇത് സത്യമാണെന്നും ഞാനും അതിലൊരു വസ്തുവാണെന്നും അതിനോട് ബന്ധപ്പെട്ടതാണെന്നും എന്നൊക്കെ വിചാരിച്ച് ലോകത്തിലുള്ളത് പലതും സത്യമാണെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക.
അപ്പോൾ അനിത്യമാണ് ലോകം, ശാശ്വതമല്ല, നിലനിൽക്കണതല്ല, അസുഖം നിറഞ്ഞതുമാണ്. ഇത് എത്ര കണ്ടാലും പഠിക്കണമില്ലോ. പശ്യന്നഭിന പശ്യതി, കണ്ടാലും പഠിക്കണില്ല, കൊണ്ടാലും പഠിക്കില്ല. അങ്ങനെയാണ്. എത്ര കൊണ്ടാലും പിന്നെയും അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഈ ദുഃഖം വരണത് എന്താണോ അതിനെ ഒഴിവാക്കണം, അല്ലെ? അനിത്യമായതും അസുഖവുമായത് ലോകത്തിനെ ചിന്തിക്കാതെ ഇമം പ്രാപ്യ ഭജസ്വ മാം, എന്നെ വിചാരിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഗീതയിൽ. നമ്മൾ ഈ അനിത്യത്തിനെയും അസുഖത്തിനെയും തന്നെ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് ലോകത്തിൽ. അതാണ് ദുഃഖം ഒഴിവാകാത്തത്. അപ്പോൾ അനിത്യത്തിനെ വിടുക, അസുഖം തരണത് എന്താണോ അതിനെ വിടുക. ഒരു സാധനം അസുഖം തരണതാണ്, സുഖം തരാത്തതാണ്, ഇത് ദോഷം ഉള്ളതാണ് എന്ന് മനസ്സിലായാൽ പിന്നെ വിടാൻ ആരെങ്കിലും പറയണോ? ആരും പറയണ്ട, വേണോ? അത് മനസ്സിലാവണം. അതിനാണ് വിവേകം മനുഷ്യന് തന്നത്. വേറൊരു ജീവിക്കും ഇല്ല വിവേകം, അല്ലെങ്കിൽ തിരിച്ചറിവ്. വിവേകം എല്ലാവർക്കും ഉണ്ടെങ്കിലും പകുത്തറിവില്ല. ഇത് നല്ലത് ഇത് ചീത്താന്ന് തിരിച്ചറിയാനുള്ള വിവേകം മനുഷ്യന് മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് ദുഃഖം, ഇത് ദുഃഖമാണെന്ന് തോന്നിയാൽ പിന്നെ ആരെങ്കിലും അതിനോട് അടുക്കുമോ? തമിഴിലൊരു ചൊല്ലുണ്ട്, ചട്ടി ചുട്ടതടാ കൈ വിട്ടതടാ, അല്ലേ? അടുപ്പിൻ്റെ മുകളിൽ തീ നല്ലോണം കത്തുണ്ട്, ചോട്ടിൽ ഒരു ചട്ടി ഇരിപ്പുണ്ട് അടുപ്പിൻ്റെ മുകളിൽ. നമ്മൾ ഓടിച്ചെന്ന് ചട്ടി എടുത്തു, കൈ നല്ലോണം ചൂടായി. അപ്പം എന്തായി? ചട്ടി തന്നെ താഴ്ത്തേക്ക് പോകും. പിന്നെ അതിനാരും പറയുമൊന്നും വേണ്ട, നീ കൈ വിട്ടോ എന്ന് ആരും പറഞ്ഞു തരണ്ട. ഇത് ദുഃഖമാണ് എന്ന് മനസ്സിലായാൽ തന്നെ അതിൽ നിന്ന് ഒഴിവാകും, അല്ലേ? അത്രേ വേണ്ടൂ. അപ്പം അതുകൊണ്ട് പുറമേക്കുള്ള അന്വേഷണം അല്ല ഇതിന് വേണ്ടത്. അതാ, പുറമേക്ക് എത്ര അന്വേഷിച്ചാലും ഇത് പിടികിട്ടില്ല. ഉള്ളിൽ അന്വേഷിക്കണം, അല്ലേ? നമ്മൾ ഉള്ളിൽ അന്വേഷിക്കണില്ല. നമ്മളെ വിട്ടിട്ടാണ് ഈ അന്വേഷണം മുഴുവൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കുഴപ്പം. നമ്മളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അന്വേഷണം ചെയ്താൽ ഈ വസ്തു പിടികിട്ടും. ഒരു രസകരമായിട്ടൊരു കൊച്ചു കഥ പറയാറുണ്ടല്ലോ, ഈ ബാലരമയിലോ എന്തോ കണ്ടതാണ് ഒരു കഥ, അല്ലേ? ഒരു മുത്തശ്ശി വഴിയിൽ ഇങ്ങനെ ഒരു സൂചി എന്തോ തപ്പിക്കൊണ്ടിരിക്കുക വഴിയിൽ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ അതിലെ വന്നു, കണ്ണൻ എന്നാണ് അവൻ്റെ പേര്. അവൻ അതിലെ വന്നു മുത്തശ്ശിയോട് ചോദിച്ചു, എന്താ മുത്തശ്ശി, എൻ്റെ കണ്ണാ സൂചി പോയിടാന്ന് പറഞ്ഞു. കണ്ണനാട് പോയിച്ചു. കുറേ സമയം കഴിഞ്ഞ് കണ്ണൻ തിരിച്ചു വന്നു. അപ്പോഴും മുത്തശ്ശി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. സൂചി കിട്ടിയില്ലേ മുത്തശ്ശി? കിട്ടിയില്ലടാ കണ്ണാ, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. കണ്ണനും കുറച്ച് നേരം മുത്തശ്ശിയെ ഹെൽപ്പ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൻ ചോദിച്ചു, മുത്തശ്ശി ഇവിടെ തന്നെയാണോ സൂചി പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇവിടെ അല്ലടാ പോയത്, പിന്നെ വീട്ടിൻ്റെ ഉള്ളിലാ സൂചി പോയത് എന്ന് പറഞ്ഞു. വീട്ടിൻ്റെ ഉള്ളിൽ പോയ സൂചി പുറത്ത് തപ്പിയാൽ കിട്ടുമോ? ഈ സൂചി തപ്പണ പോലെയാണ് നമ്മൾ പുറത്ത് ഇങ്ങനെ അന്വേഷിക്കണത്, അല്ലേ? അപ്പം നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമല്ല ഇവിടെ വേണ്ടത്. എവിടെ പോയാലും നമുക്ക് കിട്ടില്ല നമ്മളെ മാറ്റി നിർത്തി അന്വേഷിക്കാൻ പോയാൽ. അന്വേഷിക്കണം, നമ്മൾ ഇതിൽപ്പെട്ടതാണ് എന്നുള്ള ബോധം നമ്മളിൽ വരണം. ആ ബോധത്തോടെ നമ്മൾ അന്വേഷണം തുടർന്നാൽ കിട്ടും. ഇപ്പോൾ അതുകൊണ്ട് ഋഷിമാരെന്ത് ചെയ്തു? തന്നിലേക്ക് തന്നെ തിരിഞ്ഞു, അല്ലേ? ഈ ഇതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ പുറമേക്ക് അന്വേഷിച്ചില്ല, അവനവനിലേക്ക് തന്നെ തിരിഞ്ഞു. അവർ കണ്ടെത്തി ആ സത്യം ഇത് ഉണ്ടാവണതല്ല, നശിക്കണതല്ല എന്നവർക്ക് മനസ്സിലായി. അതിന് എന്തു വേണം? നിൻ കൃപാവലികളുണ്ടാകയങ്കലിഹ നാരായണായ നമ. അതിന് ഭഗവാന്റെ കൃപ ഉണ്ടാവണം, അല്ലേ? ഇപ്പോൾ ഗുരു വേണമെന്നർത്ഥം, അല്ലേ? ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണത് കിട്ടണത്. ആ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഭഗവാന്റെ കൃപ വേണം. അപ്പോൾ നല്ലതുപോലെ ജഗത്തിനെ വിചാരം ചെയ്താൽ ജഗത്ത് അലിഞ്ഞു പോകും. നാസതോ വിദ്യത്തെ ഭാവോ ന ഭാവോ വിദ്യത്തെ സതാ ഉഭയോരപി ദൃഷ്ടോന്ത ത്വനയോ തത്വദർശിഭി എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ തന്നെ പറയണു. ഇത് ശങ്കരാചാര്യസ്വാമികൾ വളരെ ദീർഘമായിട്ട് ഭാഷ എഴുതിയൊരു ശ്ലോകം തന്നെയാണിത്. നാസതോ വിദ്യത്തെ ഭാവ, ഇല്ലാത്തതിന് അസ്തിത്വഭാവമില്ല, ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവുകയുമില്ല, ഉള്ളതിന് നാശവുമില്ല. തത്വദർശികൾ ഇതിനെ മനസ്സിലാക്കിയവരാണ് എന്നർത്ഥം. അപ്പോൾ ഉള്ളത് കാണപ്പെടുകയില്ല, കാണപ്പെടുന്നതിന് ഇരിപ്പില്ല എന്നർത്ഥം. ഇതാണ് വേദാന്തം. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം വേണം ഇത് തെളിയണമെങ്കിൽ. ഗുരുവിൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ എന്ത് വേണം? അതിന് ഭഗവാന്റെ കൃപ വേണം. അതാണ് നിൻകൃപാവലികൾ ഉണ്ടാകയെങ്കിൽ. ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിലേ നല്ല ഗുരുവിനെ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടില്ല എന്നർത്ഥം. നല്ല ഇത് വേണം. ഇപ്പോൾ പരീക്ഷിത്ത് ഭാഗവത്തിൽ, അല്ലെ? ധ്രുവൻ, പ്രഹ്ലാദൻ, പൃഥുമഹാരാജാവ്, അവരൊക്കെ അത് പറയുന്നുണ്ട് ഭാഗവത്തിൽ. അപ്പം അങ്ങനെ അനവധിയാണ് ഈ അഹങ്കാരം. ആയോ സമയം അത്രയായി, അല്ലേ? ഈ ശ്ലോകങ്ങൾ തീർക്കാം. അപ്പോൾ
അഹങ്കാരം കൊണ്ട് അനവധി ഉണ്ടാവും. ഇതിനെ ത്രിപുടി എന്നൊറ്റ ഭാഷയിൽ പറയാം. നാരായണ ഗുരുദേവൻ്റെ ജനനീ നവരത്ന മഞ്ജരി എന്നൊരു കൃതിയുണ്ട്. അതിൽ പറയും, ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിൽ അമർന്ന ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറും പടി കലർന്ന് ആറിടുന്നു ജനനി. അല്ലെ, ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി. ത്രിപുടി എന്ന് വെച്ചാൽ 3 ഉള്ളൂ, പക്ഷെ ഇവിടെ 1000 എന്നാണ് പറഞ്ഞത്. എത്രയാ വരണതെന്ന് കണക്കില്ല. അപ്പോൾ ഒന്ന് മാത്രമായിട്ടുള്ള ആ അറിവിൽ നിന്ന് 1000 വസ്തുക്കൾ പുറത്തു വന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് എന്താവും? പെട്ടെന്ന് ബോധം കെട്ടുപോകുന്നർത്ഥം. തന്മതി മറന്ന് ആഹാര നിദ്ര മൈഥുനാദികളിലൊക്കെ പ്രിയം, അന്നാദിയിൽ പ്രിയമുയർന്ന്. അന്നാദി എന്ന് വെച്ചാൽ ആഹാര നിദ്ര മൈഥുനാദികൾ. ഇതിലൊക്കെ പ്രിയം വന്ന് അതിൻ്റെ ഫലം എന്തായി? ആടലാം കടലിൽ ഒന്നായി വീണു എന്നർത്ഥം. അല്ലെ, ദുഃഖത്തിൽ ചെന്ന് വീണു. ആ പ്രാപഞ്ചിക ക്ലേശങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ട് ത്രിപുടി നശിച്ച് എന്നാണ് അവിടുത്തെ ആ സ്ഥാമത്തിലെത്താൻ പറ്റണത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് ഗുരുവിൻ്റെ അനുഗ്രഹമാണ് വേണ്ടത്. ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ ആ ശ്ലോകം ആചാര്യൻ അവസാനിപ്പിച്ചത്. പണ്ടേ കണക്ക് വരുവാൻ നിൻകൃപാവലികൾ ഉണ്ടാകയങ്കലിഹ നാരായണായ നമ എന്നാണ്. അപ്പോൾ അങ്ങനെ 2 ശ്ലോകം നമ്മളിവിടെ ഒന്ന് കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമ്മൾ അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഇവിടെ നിർത്താം. നാരായണ നിൻ പാദമതെന്നും കണി കാൺമാൻ പാരാതെ വളർന്നേനിഹമോഹം മനതാരിൽ പരിതാപമകറ്റിയിടുക ഹരിയന്നുട ചിത്തേ കറുകേടമർന്നൻപൊടു ശ്രീകൃഷ്ണ നമസ്തേ. ഹരേ നമ.